അനുഗ്രഹീതമായ നിമിഷങ്ങൾ ദൈവം മുമ്പാകെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് സ്വയം സമർപ്പിക്കുവാനായി ദൈവം വീണ്ടും ഒരുക്കി തന്ന അനുഗ്രഹീത നിമിഷങ്ങളെന്ന് നമുക്ക് ഈ ഓരോ നിമിഷങ്ങളെയും പറയുവാനായിട്ട് ഇടയാകും. ദൈവം ഈ ലോകത്തിൽ ജീവിപ്പാനും ചലിപ്പാനുമായി ഒരു പ്രഭാതം കൂടെ നമുക്ക് നൽകുന്നുവെങ്കിൽ അത് ദൈവം നമ്മെ കാണുന്നതുകൊണ്ടും ദൈവം നമ്മെ നന്നായി അനുഗ്രഹിക്കുന്നത് കൊണ്ടും മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇവയെല്ലാം ഒരു അനുഗ്രഹമാണ് എന്ന് പറയുവാനായിട്ട് ഇടയായത് എന്നതിന് ദൈവത്തോട് ആരും ചോദിച്ചിട്ടോ ആവശ്യപ്പെട്ടിട്ടോ അല്ല ഈ ഭൂമിയിൽ ഇന്ന് വരെ ജനിച്ച് വീണത്. നമ്മുടെ മാതാപിതാക്കളുടെ മകനായി മകളായി ഈ ഭൂമിയിലായിരിക്കാനായിട്ട് ദൈവം നമുക്ക് അനുവാദം നൽകി നമ്മെ സൃഷ്ടിക്കുകയാണ്. ആരും തന്നെ ദൈവത്തോട് ചോദിച്ച് ഇന്നയിടത്ത് എന്നെ ആളുടെ മകനായി മകളായി ജീവിക്കണമെന്ന് ചോദിച്ചു വാങ്ങിയ ഒന്നാണ് എന്ന് നമുക്കാർക്കും പറയുവാനായിട്ട് കഴിയുകയില്ല. ആയതുകൊണ്ട് ദൈവം നമ്മളെ അറിയുന്നുവെന്നും ദൈവം നമ്മോടുകൂടി ആയിരിക്കുന്നുവെന്നും നിരന്തരമായി നമ്മുടെ ജീവിതയാത്രയിൽ ഒപ്പമുള്ളൊരു സാന്നിധ്യം ദൈവത്തിൻ്റേതാണ് എന്നുള്ളതും പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുവാനായിട്ട് ഇടയാകണം. ആ ബോധ്യങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ ആരാധനാ നിമിഷങ്ങളും പ്രത്യേകാൽ നോമ്പിൻ്റെ നിമിഷങ്ങളൊക്കെയും നമുക്ക് ക്രമീകരിച്ച് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ നോമ്പ് ധ്യാനങ്ങളിലും നമ്മൾ കേൾക്കുന്നത് നോമ്പ് ഒരവസരം കൂടിയാണ്. നമ്മെ ഒന്ന് സ്വയം പരിശോധിക്കുവാൻ, ദൈവാന്വേഷണത്തോടുകൂടിയുള്ള യാത്രയിൽ നമ്മിൽ നിന്ന് അല്പമായെങ്കിലും അധികമായോ നമ്മിൽ നിന്ന് അന്യമായി നിന്ന് പോയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് മാറ്റി നിർത്തി ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ സമർപ്പിക്കുവാനുള്ള ഒരു നിമിഷം തന്നെ. ആ ഒരു അനുഭവത്തിലേക്കാകണം നാം ഓരോരുത്തരും കടന്നു വരേണ്ടത് എന്നുള്ളത് ആദ്യമേ ഒന്ന് ഓർപ്പിക്കട്ടെ. അവിടെ മാത്രമാണ് ഈ നോമ്പും നോമ്പിലൂടെയുള്ള നമ്മുടെ യാത്രയും അനുഗ്രഹത്തിന് കാരണമായി തീരുകയുള്ളൂ. ഒരു കഥ പറയാം. ഒരു ഗുരുവും ശിഷ്യനും അവരുടെ ജീവിതം തമ്മിൽ ചേർന്നുകൊണ്ട് വളരെ കൃത്യമായിട്ട് മുമ്പോട്ട് നയിക്കുകയാണ്. ഗുരു നല്ല പ്രായമായ മനുഷ്യനാണ്. ശിഷ്യൻ തൻ്റെ ഗുരുവിനോടൊപ്പമുള്ള ഈ യാത്ര മുമ്പോട്ട് ജീവിതത്തെ നയിക്കുമ്പോഴും ഈ ഗുരു നയിക്കുന്ന ഓരോ നിമിഷങ്ങളെയും നന്നായി പരിശോധിക്കുകയും ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളെ, ഗുരു ചെയ്യുന്ന കാര്യങ്ങളെ, ഗുരു പറയുന്ന കാര്യങ്ങളെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും ചെയ്യുക. ആ ഗുരുവിൻ്റെ പ്രവൃത്തികളോടെല്ലാം താൻ ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഗുരു എപ്പോഴും പ്രാർത്ഥിക്കുവാനായിട്ട് വേറിട്ട് ഒരു മലയിലേക്ക് കയറിപ്പോകാറുണ്ട്. പലപ്പോഴായി ശിഷ്യന് ഒരു സംശയം തോന്നിയിട്ടുണ്ട്, എന്തിനു വേണ്ടിയാണ് ഈ മലയിലേക്ക് കയറി പോകുന്നത്. പക്ഷെ പലപ്പോഴും ചോദിക്കുവാനുള്ള ധൈര്യം കിട്ടിയില്ല. പക്ഷേ ഈ ഗുരു പോകുന്ന നിമിഷങ്ങളിലെല്ലാം തന്നെ ഗുരുവിനോടൊപ്പം ഈ ശിഷ്യനും കടന്നു പോവുകയും മലയിൽ ഇരുന്നു കൊണ്ട് ഗുരു പ്രാർത്ഥിക്കുമ്പോൾ സാന്നിധ്യത്തോട് കൂടിയിരിക്കുകയും ചെയ്യുന്ന സാന്നിധ്യം അവിടെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഒരു ദിവസം സകല ധൈര്യവും സംഭരിച്ചുകൊണ്ട് ഗുരു ഇപ്രകാരം പ്രാർത്ഥിപ്പാനായിട്ട് മലയിലേക്ക് പോകുമ്പോൾ ഈ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, എന്തിനാണ് അങ്ങ് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ മലയിലേക്ക് പോകുന്നത്? അങ്ങ് താഴ്വാരത്തിൽ ആശ്രമത്തിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുകയില്ലയോ? ഗുരു നിശബ്ദനായി നിന്നുകൊണ്ടൊരു പുഞ്ചിരിയോടുകൂടെ മറുപടി പറഞ്ഞു, ദൈവം എല്ലായിടത്തുമുണ്ട്, പക്ഷേ എല്ലായിടത്തും ഞാൻ ഒരുപോലെയല്ല. ഇത് വലിയൊരു ഒരുക്കത്തിൻ്റെ മനോഭാവത്തെ നമുക്ക് നൽകുന്ന ഒന്നാണ്. എന്തുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നു, ആലയങ്ങളിലായിരിക്കുന്നു എന്നൊക്കെ നമ്മോട് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറുപടി ഇതേ ഉള്ളൂ, ദൈവം ഒരിടത്ത് മാത്രം ഇരുന്നത് കൊണ്ടല്ല, പക്ഷേ നമ്മൾ പലയിടങ്ങളിൽ പല രീതികളിലായതുകൊണ്ടാണ്. ദൈവത്തെ അന്വേഷിക്കുവാനാണ് നാം തയ്യാറായി ആരാധനയിൽ നാം ആയിരിക്കുമ്പോൾ എത്രത്തോളം നാം അതിനോട് സമർപ്പിക്കേണ്ടിയിരിക്കുന്നുവെന്ന ബോധ്യം സത്യത്തിൽ നിശബ്ദമായി ഈ ഗുരു നമുക്ക് നൽകുന്നുണ്ട്. ഇന്ന് ഈ നോമ്പിൽ നാം ആയിരിക്കുമ്പോഴും നാം ആർജിച്ചെടുക്കേണ്ടുന്ന ഒരു യഥാർത്ഥമായ അനുഭൂതിയും അതുതന്നെയാണ്. ദൈവത്തോട് ചേർന്നിരിപ്പാൻ, ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കുവാൻ, ദൈവം ഇന്ന് വരെ എന്നെ നടത്തിയതിനെക്കുറിച്ച് ഓർത്ത് ദൈവം മുമ്പാകെ നന്ദി കരയേറ്റുവാനും, ആ യാത്രയിൽ എന്നിൽ നിന്ന് വന്നുപോയതിനെ
ചിലതിനെയൊക്കെ ചിന്തിച്ച് മാറ്റിയെടുക്കുവാനുമുള്ള ഒരവസരത്തെ നമുക്ക് നന്നായി ഒന്ന് നേടിയെടുക്കേണ്ടത് ആവശ്യമാണ്. ആയതിലേക്കാകുന്നുവല്ലോ നാം ഇവിടെ ആയിരിക്കുന്നതും. ആയതുകൊണ്ട് തന്നെയാണ് സഭാപിതാക്കന്മാർ നോമ്പിന് ഒരുപാട് ഉദാഹരണങ്ങളും ഒരുപാട് വ്യാകരണങ്ങളും നൽകുന്നുണ്ട്. നോമ്പിൽ നാം എടുക്കുന്ന ഉപവാസത്തെയും നമ്മുടെ സ്വയം നിയന്ത്രണത്തെയും രണ്ട് മതിലുകളായിട്ടാണ് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യവെളിച്ചമാകുന്ന ദൈവത്തിങ്കിലേക്കുള്ള പടവുകളെ കടന്നു പോകുവാനായി നമ്മെ നന്നായി സഹായിക്കുന്ന രണ്ട് സ്തൂപങ്ങളാണ് ഉപവാസവും അവനവൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണമെന്ന് പറയും. ഈ രണ്ടും നമ്മിൽ നിന്ന് എവിടെ കടന്നു പോകും? നമ്മൾ വെറുതെ ഉപവസിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം നോമ്പ് പൂർത്തീകരിക്കപ്പെടുന്നില്ല. മറിച്ച് മറ്റൊരുവനിൽ നിന്ന് നമ്മെ വേറിട്ട് ദൈവത്തിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിച്ചവനാണ് എന്ന ബോധ്യത്തിലേക്കുള്ള ചില നിയന്ത്രണങ്ങളെ നൽകുമ്പോഴാണ് ഈ നോമ്പും ഉപവാസവും നമുക്ക് യഥാർത്ഥമായ അനുഭവത്തിലേക്കായിത്തീരുന്നുള്ളൂ. അതുകൊണ്ടാണ് പ്രാർത്ഥനകളിൽ നമ്മൾ പറയുന്നത്, ആഹാരത്തെ വെടിഞ്ഞുകൊണ്ടുള്ളൊരു നോമ്പ് വ്യർത്ഥമാണ് എന്ന് പറയുവാനായിട്ടിടയായി. ആയതുകൊണ്ട് നമുക്ക് ഈ നോമ്പിൻ്റെ ഈ കാലഘട്ടങ്ങളെയൊക്കെയും ദൈവമുമ്പാകെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന തലങ്ങളിലൂടെ ജീവിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വേർതിരിച്ചിരിക്കുന്ന വിശുദ്ധ വേദഭാഗം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. വേദഭാഗം ഇപ്രകാരമാണ്: പ്രവാചക ശിഷ്യന്മാർ എലീശയോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നുവെന്ന് നീ കാണുന്നുവല്ലോ. ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. പോകുവീനെന്ന് അവൻ പറഞ്ഞു. അവരിൽ ഒരുത്തൻ, ദയവ് ചെയ്ത് അടിയങ്ങളോടുകൂടെ പോരണമേ എന്ന് അപേക്ഷിച്ചതിന് പോരാമെന്ന് അവൻ പറഞ്ഞു. രാജാക്കന്മാരുടെ പുസ്തകങ്ങളെയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ രാജാക്കന്മാരുടെ ചരിതവും ഒപ്പം പ്രവാചകന്മാരും പ്രവാചക സമൂഹത്തിൻ്റെയും പ്രാധാന്യത്തെ വളരെ വ്യക്തമായിട്ട് ഈ വേദഭാഗങ്ങൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ പുസ്തകങ്ങളെ പല തലക്കെട്ടുകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മോശ എഴുതിയെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്ന പഞ്ചഗ്രന്ഥങ്ങൾ, എഴുത്തുകൾ, ചരിത്രങ്ങൾ, പ്രവാചക പുസ്തകങ്ങൾ, അങ്ങനെ തുടങ്ങി അനവധിയായ ഗണങ്ങളിലേക്ക് ഈ വേദപുസ്തകത്തിലെ ഓരോ പുസ്തകങ്ങളെയും നമ്മൾ വർണ്ണിക്കാറുണ്ട്. പ്രധാനമായും നമ്മൾ മോശ എഴുതി എന്ന് വിശ്വസിക്കുന്ന പഞ്ചഗ്രന്ഥങ്ങൾക്ക് ശേഷം വരുന്ന യോശുവ, ന്യായാധിപന്മാർ, 2 രാജാക്കന്മാർ, 1 രാജാക്കന്മാർ, 1-2 ശമൂവേൽ തുടങ്ങിയ പുസ്തകങ്ങളെയൊക്കെ നമ്മൾ ചരിത്രത്തോട് ചേർത്ത് നിർത്തിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ യഥാർത്ഥമായി ഇത് ആദ്യകാല പ്രവചന ഗ്രന്ഥങ്ങളോട് ചേർന്നിരിക്കുന്ന പുസ്തകങ്ങളാണ്. അവ എഴുതിയവരെ നമ്മൾ ആദ്യകാല പ്രവാചകന്മാർ എന്നും പറയുന്നു. നമ്മൾ എടുത്തിരിക്കുന്ന വേദഭാഗവും ഈ ആദ്യകാല പ്രവചന പുസ്തകത്തിൽ നിന്ന് തന്നെയാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗത്ത് നമ്മൾ യഥാർത്ഥമായിട്ട് കാണുന്നത് ഗുരുവായ പ്രവാചകനും ശിഷ്യന്മാരും ചേർന്നുള്ള ഒരു എളിയ സംഭാഷണമാണ്. ഈ സംഭാഷണത്തിന് ശേഷം മറ്റൊരു പ്രവർത്തനവും അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥമായി നമ്മൾ ആദ്യം കാണുന്നത് ഈ പ്രവാചകനായ ഗുരുവിൻ്റെ അടുക്കലേക്ക് ഈ പ്രവാചക ശിഷ്യന്മാർ കടന്നു വന്നുകൊണ്ട് അവർക്കുണ്ടായ ഒരു വലിയ പ്രശ്നത്തെ അവരുടെ മുമ്പിൽ നിന്ന് തുടച്ചു മാറ്റുവാനുള്ള ഒരു അവസരത്തെ ആ പ്രവാചകനായ ഗുരുവിൻ്റെ മുമ്പിൽ ചോദിച്ചു വാങ്ങുവാനുള്ള ഒരു അവസരത്തിലേക്ക് അവർ കടന്നു വരികയാണ്. പ്രവാചകനായ ഗുരുവിൻ്റെ അടുക്കിലേക്ക് അവർ പ്രഥമമായി കടന്നു വന്നുകൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുന്നതാണ്, ഞങ്ങൾ പാർക്കുന്ന ഇടം തീരെ ഇടുക്കമാണ്. സത്യത്തിൽ ഈ പുസ്തകത്തെയും ഈ വാചകങ്ങളെയും വാക്യത്തെയും നമ്മൾ ആദ്യം വായിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ പൊതുവായി ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ പ്രഥമമായി നമ്മുടെ കണ്ണിലേക്ക് വരുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രവാചക ശിഷ്യന്മാർ വന്ന് പ്രവാചകനായ ഗുരുവിനോട് ചില പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുക. പ്രഥമമായ വായനയിൽ നമ്മൾ ഈ ഇടുക്കത്തെ എങ്ങനെ പറയാം? അവർ താമസിക്കുന്ന ഇടത്തിൽ എവിടെയൊക്കെ അത്ര സൗകര്യം ഇല്ലാത്തൊരനുഭവം ഈ ശിഷ്യന്മാർക്ക് തോന്നിയപ്പോൾ വന്ന് പ്രവാചകനോട് പറഞ്ഞു. ഇതിൻ്റെ ഒരു തലത്തിലെ ചിന്തകൾ ഇങ്ങനെ പോകുന്നു: ദൈവത്തിൻ്റെ വചനത്തെയും പഠിപ്പിക്കലിൻ്റെയും വളർച്ചയും അതിനോട് അനുരൂപരായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെയും എണ്ണം വർദ്ധിച്ചതുകൊണ്ട് ആ പറയപ്പെടുന്ന ഇടങ്ങളിൽ അല്പം സൗകര്യം കുറയുന്നുവെന്ന്. ഈ പ്രവാചക ശുശ്രൂഷയ്ക്കായിട്ട് ഏൽപ്പിക്കപ്പെട്ട പ്രവാചകനായ ഗുരു നിത്യമായി തന്നെ ഏൽപ്പിച്ച ദൗത്യത്തെ പൂർണ്ണമായി
നിർവഹിക്കുന്നു എന്നുള്ളതും ഈ വാക്യത്തിലൂടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്ന ഒന്നാണ്. പക്ഷെ ഇന്ന് ഈ വേദഭാഗത്തെ നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്രകാരമൊന്നല്ല. ഇതിന് മറ്റൊരു തലത്തെ നൽകിക്കൊണ്ട് ആ അനുഭവത്തിൽ ഈ നോമ്പിൽ നമ്മൾ നേടിയെടുക്കേണ്ടത് എന്താണ് എന്ന ബോധ്യത്തിലേക്ക് കടന്നു പോകുവാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പ്രവാചക ശിഷ്യന്മാർ വന്ന് പ്രവാചകനായ ഗുരുവിൻ്റെ മുൻപിൽ വന്ന് ആദ്യം പറഞ്ഞ പ്രശ്നം ഇതാണ്: ഞങ്ങൾ പാർക്കുന്ന ഇടം തീരെ ഇടുക്കമായിരിക്കുന്നുവെന്ന് നീ കാണുന്നുവല്ലോ. ഒറ്റ നോട്ടത്തിൽ പറഞ്ഞുവല്ലോ, താമസിക്കുന്ന ഇടത്തിൻ്റെ ഇടുക്കമായിരിക്കാം അവർക്ക് തോന്നിയത് എന്ന്. അങ്ങനെയല്ല. കാരണം ഈ പ്രവാചക ശിഷ്യന്മാർ പ്രവാചകനായ ഗുരുവിനോടൊപ്പമുള്ള വാസം ആരംഭിക്കുവാൻ തയ്യാറായി ഈ പ്രവാചകന്റെ അടുക്കൽ വരുമ്പോൾ തന്നെ അവർ പാർക്കേണ്ടുന്ന ഇടം, അവർ ചലിക്കേണ്ടുന്ന ഇടങ്ങൾ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ പ്രവാചക ശിഷ്യന്മാർക്ക് അല്പനാളത്തെ ഗുരുവിനോടൊപ്പമുള്ള വാസത്തിന് ശേഷമുണ്ടായ ഈ ഇടുക്കം എന്തായിരിക്കാം? അപ്പം ഈ ശിഷ്യന്മാരുടെ എണ്ണം കൂടിയെന്നോ ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിലേക്ക് കുറേ പേർ കൂടെ വന്നു ചേർന്നെന്നോ ഒന്നും തന്നെയും വാക്യങ്ങളിൽ പറയുന്നില്ല. പക്ഷേ ഒന്നുറപ്പാണ്, ഈ പ്രവാചകനായ ഗുരുവിൻ്റെ അടുക്കിലേക്ക് ഈ പ്രവാചക ശിഷ്യന്മാർ കടന്നു വന്ന് ഇവയെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? അറിഞ്ഞിട്ടുണ്ട്. പോകേണ്ടുന്ന വഴികൾ, നിൽക്കേണ്ടുന്ന ഇടങ്ങൾ, ഇടപെടേണ്ടുന്ന സ്ഥലങ്ങൾ, ഇവയെപ്പറ്റി എല്ലാമുള്ള പൂർണ്ണമായ ബോധ്യം ഈ ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഗുരുവിനോടൊപ്പം ഇങ്ങനെ വാസം മുമ്പോട്ട് കൊണ്ടുപോയപ്പോഴാണ് ഈ അന്ന് തോന്നാത്ത ചില ഇടുക്കങ്ങൾ ഉണ്ട് എന്ന് ഈ പ്രവാചക ശിഷ്യന്മാർക്ക് തോന്നുവാനായിട്ട് ഇടയായി. ആ ബോധ്യത്തിലേക്ക് അവർ എങ്ങനെ വന്നു? അതിന് ഈ പ്രവാചക ശിഷ്യന്മാരുടെ ജീവിതത്തിൻ്റെ 2 തലങ്ങളെ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. അതൊന്ന്, ഈ പ്രവാചകനായ ഗുരുവിൻ്റെ അടുക്കിലേക്ക് വന്ന് അവർ തുടങ്ങിയ ഒരു ജീവിതവും പ്രവാചകനായ ഗുരുവിൻ്റെ അടുക്കൽ വരുന്നതിന് മുമ്പുള്ള ഒരു ജീവിതവും. പ്രവാചകനായ ഗുരുവിൻ്റെ അടുക്കിലേക്ക് വരുന്നതിന് മുമ്പുള്ള അവരുടെ ജീവിതം എന്ന് പറയുന്നത് ലോകത്തോട് ചേർന്നും ലോകത്തിൻ്റെ ആഘോഷങ്ങളിലും ആനന്ദങ്ങളിലും ആസ്വാദനങ്ങളിലും നിറഞ്ഞു നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം ആയിരുന്നു. അന്ന് വരെ അവരറിഞ്ഞത് ഒരു ലോകത്തെയാണ്, ആ ലോകത്തിൻ്റെ ആനന്ദങ്ങളെയാണ്, ലോകത്തിൻ്റെ ആസ്വാദനങ്ങളെയാണ്. പക്ഷേ എന്ന് ഈ പ്രവാചകനായ ഗുരുവിൻ്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് അവർ ജീവിതത്തെ നയിക്കുവാനായിട്ട് തയ്യാറായോ, അന്ന് ഈ പ്രവാചക ശിഷ്യന്മാർ ബോധ്യപ്പെട്ടു, ലോകത്തോട് ചേർന്നുള്ള ആനന്ദത്തെക്കാൾ ഉപരിയായ ഒരു ആനന്ദം ഉണ്ട്. ലോകത്തോട് ചേർന്നുള്ള ആഘോഷങ്ങളെക്കാൾ ഉപരിയായ ഒരു ആഘോഷം ഉണ്ട്. ലോകത്തോട് ചേർന്നുള്ള ആസ്വാദനങ്ങളെക്കാൾ ഉപരിയായ ഒരു ആസ്വാദനം ഉണ്ട് എന്ന ബോധ്യത്തിലേക്ക് അവിടെ വരികയാണ്. അപ്പോഴായിരുന്നു അവർക്ക് മറ്റൊരിടുക്കത്തെ പറ്റിയുള്ള ബോധ്യം ഉണ്ടായത്. ലോകത്തിൽ ജീവിച്ചപ്പോൾ ഈ ഒരു ഇടുക്കം അവർക്ക് പ്രശ്നമായിരുന്നില്ല. പക്ഷെ പ്രവാചകന്റെ അടുക്കലുള്ള ജീവിതത്തെ നയിച്ചപ്പോൾ ഈ ഇടുക്കം അവർക്ക് വലിയൊരു പ്രശ്നമായി. അങ്ങനെയെങ്കിൽ ഈ ഇടുക്കം എവിടെ സംഭവിച്ചു? ഇതാണ് രണ്ടാമത്തെ. ശിഷ്യന്മാർക്കുണ്ടായ ബോധ്യം എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ ഇടുക്കം എവിടെയാണ് സംഭവിച്ചെന്നാണ് അവർ കണ്ടെത്തിയത്. പരിശുദ്ധനായ പൗലോസ്ലീഹ കോരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ വ്യക്തമായ ഒരു മന്ദിരത്തെപ്പറ്റി പറയുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഇത് വളരെ വ്യക്തമായിട്ടൊരു മന്ദിരത്തെപ്പറ്റി പറയുകയാണ്. ആ മന്ദിരം ഏതാണ്? നമ്മളുടെ ശരീരമാകുന്ന മന്ദിരമാണ്. അങ്ങനെ ശരീരമാകുന്ന ഒരു മന്ദിരമുണ്ടെങ്കിൽ പൗലോസ്ലീഹ പറയുന്നു, അവിടെ ആരാണ് വസിക്കേണ്ടത്? ദൈവത്തിൻ്റെ ആത്മാവാണ്. അപ്പം ലോകമായ ജീവിതത്തിൽ അവർ നയിച്ചപ്പോൾ അവർ അറിയാത്ത ഒരു ഇടുക്കത്തെ, ഈ ആത്മീയ ജീവിതത്തെ നയിക്കുവാനായിട്ട് തയ്യാറായി വന്ന് പ്രവാചകനോടൊപ്പം ദൈവം ആരെന്നും ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ എന്തെന്നും പ്രവചനങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്നുമുള്ള ബോധ്യങ്ങളിലേക്ക് അവർ വന്നപ്പോൾ മനസ്സിലാക്കി, ഈ ശരീരത്തിൽ ചിലതൊക്കെ വസിക്കേണ്ടതായിട്ട് ഉണ്ട്. ദൈവാത്മാവിൻ്റെ വാസം അവിടെ ഉണ്ടാകണമെന്ന് യഥാർത്ഥമായിട്ട് ബോധ്യപ്പെടുകയാണ്. അപ്പം ഈ ദൈവാത്മാവിൻ്റെ വാസത്തിലേക്ക് അവർ തിരികെ വരണം. തിരികെ വരുവാൻ അവരെ നയിക്കുവാൻ ഒരുവനെ കഴിയുകയുള്ളൂ, അതവരുടെ ഗുരുവിനാണ്. പക്ഷെ ആ ഗുരുവിൻ്റെ മുമ്പിലേക്ക് അവർ വന്നുകൊണ്ട് ഈ പ്രശ്നത്തെ പറഞ്ഞ് അലമുറയിട്ട് കരയുകയല്ല. പക്ഷെ അവർ അറിഞ്ഞതിൽ നിന്ന് പോംവഴികളെ കണ്ടെത്തുവാനുള്ളൊരു ശ്രമം അവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ നോമ്പിൽ നമ്മോടോടും വളരെ വ്യക്തമായി പറയുന്ന ഒന്ന് ഇത് തന്നെയാണ്. നമ്മളുടെ ശരീരമാകുന്ന മന്ദിരത്തെ ഒന്ന് പരിശോധിക്കുവാൻ വളരെ വ്യക്തമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ വിശുദ്ധ നോമ്പിലേക്ക് നമ്മൾ കയറിയതൊരു ശുഭക്കോനോ ശുശ്രൂഷയിലൂടെയാണ്. എങ്ങനെയാണ് തമ്മിൽ രമ്യതപ്പെട്ടുകൊണ്ട്
അനുതാപത്തിലൂടെയും ചെയ്തു പോയ തെറ്റുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവം മുമ്പാകെ സാഷ്ടാംഗം കുമ്പിട്ടുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു വരുന്നുവെങ്കിൽ ഈ ഇടുക്കത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള യാത്ര അവിടെ ആരംഭിക്കണമെന്ന് ഈ പ്രവാചക ശിഷ്യന്മാർ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ശുശ്രൂഷകളിലൂടെ സഭ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അവിടെ മാത്രമാണ് ഈ ഇടുക്കത്തെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. ഈ തിരിച്ചറിവിലേക്ക് നമ്മൾ എങ്ങനെ വരണം? ലോകത്തിൻ്റെ ആഘോഷങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ ആനന്ദത്തിൽ നിന്ന്, ലോകത്തിൻ്റെ ആസ്വാദനങ്ങളിൽ നിന്ന് ഒരു പിൻവലിവ് നമുക്ക് ഉണ്ടാകണം. ഞാൻ പറഞ്ഞുവല്ലോ, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അവിടെ മാത്രമാണ് ലോകത്തിൽ നിന്ന് മാറിയുള്ള ഒരു ആനന്ദത്തെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുകയുള്ളൂ. അവിടെ മാത്രമേ ലോകത്തിൽ നിന്ന് മാറിയുള്ള ഒരു ആഘോഷത്തെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുകയുള്ളൂ. അവിടെ മാത്രമേ ലോകത്തിൽ നിന്ന് മാറിയുള്ള ആസ്വാദനത്തെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുകയുള്ളൂ. അതിലേക്കാണ് നമ്മൾ ഒരുങ്ങുവാനായിട്ട് ഇടയാകേണ്ടത്. ഈ പറഞ്ഞ പൗലോസ്ലീഹായുടെ ലേഖനത്തിലെ ഈ ദൈവത്തിൻ്റെ മന്ദിരമെന്ന് പറഞ്ഞതിന് തൊട്ട് താഴെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാണ്, അതുകൊണ്ട് നിങ്ങളും എന്താണെന്നാ പറഞ്ഞേ, വിശുദ്ധമാണ്. അപ്പം നമ്മെ ശുദ്ധിയോടുകൂടെ സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യം അവിടെ ഉണ്ടാവുക. യഥാർത്ഥമായ ആ ശുദ്ധിയുടെ ജീവിതത്തെ നയിക്കുവാൻ വേണ്ടി, അതിനെ പരിശോധിച്ച് നിവർത്തിക്കുവാൻ വേണ്ടി ഈ നോമ്പ് കാലഘട്ടങ്ങൾ നമ്മളെ പ്രബോധിപ്പിക്കുന്നു. ആയതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒന്നാമതായി ഉണ്ടാകേണ്ടുന്ന ഒന്ന്, ദൈവാത്മാവിൻ്റെ വാസത്തിന് ഉറപ്പ് വരുത്തണം. ഈ പ്രവാചക ശിഷ്യന്മാർ ഗുരുവിനോട് പറഞ്ഞതുപോലെ നമുക്ക് ദൈവം മുമ്പാകെ മുട്ടുകുത്തി പറയണം, ദൈവമേ, നിന്റെ ആത്മാവിൻ്റെ വാസത്തെ എൻ്റെ ശരീരത്തിലേക്ക് എനിക്ക് ഇറക്കി നൽകണമേ. അതിനുവേണ്ടി വെറുതെ ഒരു അപേക്ഷകൾ മാത്രമല്ല ഈ പ്രവാചക ശിഷ്യന്മാർ നടത്തിയത് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. വന്നു ഈ ഗുരുവിൻ്റെ അടുക്കൽ വന്ന് ഗുരുവിൽ നിന്നൊരു മറുപടിക്ക് വേണ്ടി അവർ ശ്രമിക്കുകയല്ല, മറിച്ച് ഗുരുവിൽ നിന്ന് അവരറിഞ്ഞ അറിവിൽ നിന്നൊരു പോംവഴി ഗുരുവിൻ്റെ മുമ്പാകെ അവർ ഇറക്കി വെക്കുകയാണ്. എന്താണ് ഈ പ്രവാചക ശിഷ്യന്മാർ ഒന്നാമത് പറഞ്ഞത്? യോർദാനോളം ചെന്ന്. ഒന്നാമത്തെ പോംവഴി അവർ പറയുന്നത് ഇതാണ്, യോർദാനോളം ചെന്ന്. യോർദാനോളം ചെല്ലുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? യോർദാൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയുവാനായിട്ടിടയാകും. എന്നിരുന്നാൽ കൂടും യോർദാൻ എന്ന വാക്കിൻ്റെ ഒരർത്ഥതലത്തെ മാത്രം നമ്മളൊന്ന് ചിന്തിച്ചാൽ പ്രധാനമായി രണ്ടർത്ഥങ്ങൾ നമുക്കതിനകത്ത് നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും. ഒന്ന്, ടു ഗോ ഡൗൺ, ടു ഫ്ലോ ഡൗൺ. രണ്ടർത്ഥങ്ങൾ നമുക്ക് പ്രധാനമായി പറയാം. നമ്മുടെ ഈ ആശയത്തോട് ചേർന്നിരിക്കുന്ന രണ്ടർത്ഥങ്ങൾ. ഒന്ന്, താഴേക്ക് ഒഴുകുക, അല്ലെങ്കിൽ എന്താ, താഴേക്ക് ഇറങ്ങുക. ഈ രണ്ട് അർത്ഥതലങ്ങൾ നമുക്ക് യോർദാൻ എന്ന വാക്കിന് കൊടുക്കുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞുവല്ലോ, ആദ്യം പ്രവാചക ശിഷ്യന്മാർ തങ്ങൾക്കുണ്ടായ ഒരു പ്രശ്നത്തെ കണ്ട് ഇടുക്കത്തെ മാറ്റുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഗുരുവിൻ്റെ അടുക്കൽ വന്നു. ഗുരുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഇടുക്കമുണ്ട്, അതിനെ ഞങ്ങൾക്ക് വിശാലതയിലേക്ക് വരുത്തണം. വരുത്തുവാനായിട്ട് ഞങ്ങൾക്ക് എന്തു വേണം? യോർദാനോളം ഇറങ്ങിച്ചെല്ലണം. യോർദാനോളം ഇറങ്ങിച്ചെല്ലണം. അർത്ഥൻ പറഞ്ഞു, ഒന്ന് താഴേക്ക് ഇറങ്ങണം, ഒന്ന് താഴേക്ക് ഒഴുകണം. എന്താണ് ഈ താഴേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ താഴേക്ക് ഒഴുകുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ ലോകത്തിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ആയിരിക്കുമ്പോൾ നമ്മോടൊപ്പമുള്ളവനെ നമ്മൾ ഒന്ന് താരതമ്യം ചെയ്തുകൊണ്ട് നമ്മളെ ഇങ്ങനെ ഉയർത്തി കാണിക്കുന്ന ഒരുപാട് ഭാവങ്ങളുണ്ട്, ഇല്ലേ? ഒരുപാട് ഭാവങ്ങളുണ്ട്. ഞാനെന്ന ഭാവമാകാം. അതോടൊപ്പം ഒരുവൻ്റെ സൗന്ദര്യത്തെക്കാൾ ഉപരിയായ സൗന്ദര്യം എനിക്കുണ്ട്, സമ്പാദ്യം എനിക്കുണ്ട്, കുടുംബ മഹിമയുണ്ട്. ഇങ്ങനെ അനവധിയായ അനുഭവങ്ങൾ നമ്മൾ പലരിൽ നിന്നും ഉയർത്തി കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് ഒരു താഴെയിറക്കം ആവശ്യമാണ്. സമമാണ് എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി വന്നുകൊണ്ട് ഒപ്പം നിൽക്കുമ്പോൾ മാത്രമാണ് ഈ ആരാധനകളും ധ്യാനങ്ങളും നമുക്ക് യഥാർത്ഥമായി അനുഭവവേദ്യമാവുകയുള്ളൂ. ക്രൂശിന് നല്ലൊരു എക്സാമ്പിളും അല്ലെങ്കിൽ അതിനൊരു ഡെഫിനിഷൻ പറയുന്നു. സത്യത്തിൽ ഐ എന്ന ഭാവത്തെ ഇല്ലാതെ വെട്ടിക്കളയുന്നു എന്നുള്ള വളരെ ലളിതമായ ഒരു വ്യാഖ്യാനത്തെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇവിടെ ഈ പ്രവാചക ശിഷ്യന്മാർ മനസ്സിലാക്കിയതും അതുതന്നെയാണ്. ദൈവാത്മാവിൻ്റെ വാസത്തിലൂടെ അവൻ്റെ സദ്ഫലങ്ങൾ നമ്മുടെ ശരീരത്തിൽ വസിക്കണമെന്നെങ്കിൽ ഞാൻ എന്ന ഭാവത്തിൽ നിന്നൊരു താഴെയിറക്കം യഥാർത്ഥമായിട്ട് ആവശ്യമാണ്. ഈ ബോധ്യം നമ്മളും ഈ നോമ്പിൻ്റെ ആദ്യ സമയത്ത് തന്നെ നേടിയെടുത്തതും ശുശ്രൂഷകളിലൂടെ പൂർത്തീകരിച്ചതുമാണ്. പക്ഷേ ഈ ശുശ്രൂഷകളിൽ മാത്രം ഇത് പൂർത്തീകരിക്കപ്പെടുന്നു എങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യപ്പെടുകയില്ല, നമുക്ക് അനുഭവിച്ച് അറിയുവാനായിട്ട് കഴിയുകയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആസ്വദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല.
ഈ നോമ്പ് കാലത്തിൽ നമുക്ക് ആനന്ദം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഈ പ്രവാചക ശിഷ്യന്മാർ നമ്മോട് പ്രബോധിപ്പിക്കുന്നു, ദൈവാത്മാവിൻ്റെ വാസത്തിൽ നിന്ന് ഇടുക്കത്തിന് വിശാലത ഉണ്ടാക്കണം. രണ്ടെന്തുവാ പറഞ്ഞേ? അതിന് വെറുതെ വിചാരിച്ചാൽ മാത്രം പോരാ, തൻ്റെ ഗുരുവിൻ്റെ അടുക്കൽ വന്ന് ഒരു താഴെ ഇറങ്ങുവാനുള്ള മനോഭാവത്തിനുള്ള കൃപയെ നമ്മൾ ചോദിച്ചു വാങ്ങുവാനായിട്ട് ഇടയാകണം. ഇനി വെറുതെ അങ്ങനെ താഴെ ഇറങ്ങിയാൽ മാത്രം മതിയോ? പോരാ. ഈ താഴെ ഇറങ്ങുന്നതിലൂടെ നമുക്ക് ഒരു ഭാവമുണ്ടാകണം. ഭാവമുണ്ടാകേണ്ടത് എങ്ങനെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സെന്റ് ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുന്ന പിതാവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നീ ഉപവസിക്കുന്നു എങ്കിൽ അത് നിന്റെ പ്രവൃത്തിയിൽ കാണണം. നീ ഉപവസിക്കുന്നുവെങ്കിൽ അത് നിന്റെ പ്രവൃത്തിയിൽ കാണാം. അത് നമ്മുടെ ശരീരത്തിലൂടെയോ തളർച്ചയിലൂടെയോ കാണിക്കുകയല്ല, നമ്മുടെ പ്രവൃത്തിയിലൂടെ കാണിക്കും. എങ്ങനെയാണ് പ്രവൃത്തിയിലൂടെ കാണിക്കേണ്ടത്? വളരെ വ്യക്തമായി പറയുന്നു, ഒരു ദരിദ്രനെ കണ്ടാൽ അവനോട് അലിവുണ്ടാകണം. നമ്മുടെ ഒപ്പമുള്ള ഒരു സുഹൃത്ത് നമ്മളെക്കാൾ അല്പം വളർന്നുവെങ്കിലും അവനോട് ഒരു അസൂയയും കൂടാതെ അവൻ്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയണം. ഒരു ശത്രു എൻ്റെ മുമ്പിൽ വന്നാൽ അവനോട് ക്ഷമിക്കുവാൻ കഴിയണം. അവിടെയാണ് നിന്റെ ഉപവാസം പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പം ഞാൻ പറഞ്ഞുവല്ലോ, ഒരു താഴെ ഇറക്കം നാം നേടിയെടുത്തെങ്കിൽ മാത്രമേ ഈ നോമ്പ് പൂർത്തീകരിക്കപ്പെടുന്നു എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥമായ ഭാവം അതാ. അവിടെ മാത്രമാണ് നിരപ്പിൻ്റെ ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പറഞ്ഞുവല്ലോ, നമ്മൾ എന്തൊക്കെയോ ചെയ്തു തീർത്തു എന്ന് മാത്രമേ അതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് ഇടയാവുകയുള്ളൂ. പക്ഷേ നമ്മുടെ പ്രവൃത്തി തലങ്ങളിലേക്ക് ഇത് കടന്നു വരുമ്പോഴാണ് നോമ്പ് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുവാനായിട്ട് ഇടയാകും. ഇനി പ്രവാചക ശിഷ്യന്മാർ യോർദാൻ വരെ ചെന്നാൽ മതി എന്നല്ല പറഞ്ഞു. വീണ്ടും തങ്ങൾ ചെയ്യേണ്ടുന്നതിന് അവർക്ക് ബോധ്യമുണ്ട്. ഓരോരുവൻ ഓരോ മരം വെട്ടിക്കൊണ്ടുവന്ന് പാർക്കേണ്ടുന്നതിന് ഇടമുണ്ടാക്കട്ടെ, ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്നാ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇടുക്കത്തെ അവർ തിരിച്ചറിഞ്ഞു. ഇടുക്കത്തെ തിരിച്ചറിഞ്ഞ് ഗുരുവിനോട് പറഞ്ഞതുകൊണ്ട് അത് പൂർത്തീകരിക്കപ്പെട്ടില്ല. അവർ തന്നെ തങ്ങൾ അറിഞ്ഞതിലൂടെ പറഞ്ഞു, അതിന് ഞങ്ങൾക്കൊരു താഴെ ഇറക്കം യഥാർത്ഥമായിട്ട് ആവശ്യമാണ്. ഇനി വെറുതെ താഴെ ഇറങ്ങിയാൽ മാത്രം പോരാ, ഓരോരുവൻ ഓരോ മരം വെട്ടിക്കൊണ്ട് വരണം. വന്നിട്ട് വേണം ഈ സ്ഥലത്തെ എന്ത് ചെയ്യാൻ? വിശാലതയിലേക്ക് കൊണ്ടുവരാൻ. എന്തുകൊണ്ടാവാം ഓരോരുവൻ ഓരോ മരം വെട്ടിക്കൊണ്ടുവരട്ടെ എന്ന് പറയുവാനായിട്ട് ഇടയായത്? നമ്മൾ ആദ്യം പറഞ്ഞുവല്ലോ, ഇവർ താമസിക്കുന്ന ഇടത്തിൻ്റെ ഒരു ഇടുക്കമായിരുന്നു എങ്കിൽ 15 ശിഷ്യന്മാർ ഏലീശാ പ്രവാചകനുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അല്ല, അവർക്ക് ആവശ്യത്തിനുള്ള തടി എടുക്കുവാനായിട്ട് ഒരു 10 പേര് പോയാലും എന്ത് ചെയ്യും? സാധിക്കും. 15 പേർക്ക് വേണ്ടിയുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരു 10 പേര് പോയാലും അവരെ കൊണ്ടും അത് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. എല്ലാ പ്രവൃത്തികളും അങ്ങനെയാണ്. ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി കുറച്ച് പേർ അവരുടെ സമയത്തെ ചെലവഴിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ അനേകമുണ്ട്. അത് നമുക്ക് ദേവാലയത്തിലും നമ്മുടെ ഭവനങ്ങളിലും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ ഓരോരുവനും ഓരോ മരം വെട്ടിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞത്? ഈ നോമ്പിൻ്റെ യഥാർത്ഥമായ ബോധ്യം പറഞ്ഞുവല്ലോ, ഇത് ആർക്കെങ്കിലും വേണ്ടി ആരെങ്കിലും ചെയ്യേണ്ട കാര്യം അല്ല. ഓരോരുവനും അവൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായി ബോധ്യപ്പെട്ട് ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥയാണ് എന്ന ബോധ്യമാണ് അവിടെ ഈ പ്രവാചക ശിഷ്യന്മാർ പറഞ്ഞത്. 15 ശിഷ്യന്മാരുണ്ടെങ്കിൽ 15 ശിഷ്യന്മാരിലും ഈ ബോധ്യമുണ്ടാകാം. 15 ശിഷ്യന്മാരും ഈ ഇറക്കത്തിലേക്ക് ഇറങ്ങി വരണം. ആ 15 ശിഷ്യന്മാരും ഈ ബോധ്യത്തിൽ ജീവിച്ചെങ്കിലേ ഇത് യഥാർത്ഥമായി ബോധ്യപ്പെടുകയുള്ളൂ. ഒരു ഭവനത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ നോമ്പിലൂടെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ചെയ്താൽ പോരാ, ആ ഭവനത്തിലുള്ള എല്ലാവരിലും ഈ ഒരു പുതുക്കം ഉണ്ടാകുവാനായിട്ട് ഇടയാകാം. അമ്മയ്ക്ക് വേണ്ടി അപ്പനോ, അപ്പന് വേണ്ടി അമ്മയോ, മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളോ ചെയ്യുന്നത് കൊണ്ടല്ല. ഇത് എല്ലാവരിലേക്കും ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ ഈ നോമ്പ് അർത്ഥപൂർണമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് ഇടയാവുകയുള്ളൂ. ആദ്യം പറഞ്ഞു, ഇടുക്കത്തെ തിരിച്ചറിയണം. അതിടുക്കത്തെ തിരിച്ചറിഞ്ഞാൽ പോലെ വിശാലതയിലേക്ക് വരുവാനുള്ള ഒരു മനസ്സുണ്ടാകണം. ഇനി അതിനെ വെറുതെ അങ്ങ് മനസ്സായി ദൈവം മുമ്പാകെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ മുമ്പാകെ പറഞ്ഞാൽ പോരാ, അതിനൊരു താഴെ ഇറക്കം ആവശ്യമാണ്. ഈ താഴെ ഇറക്കം ആരെങ്കിലും നടത്തിയാൽ പോരാ, ഓരോരുവനും ദൈവത്തിൽ നിന്ന് ഇതിനെ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്ന ഓരോരുവനും അതിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ അതവന് യഥാർത്ഥമായിട്ട് തിരിച്ച് അറിയുവാനായിട്ട് ഇടയാവുകയുള്ളൂ. ഇനി അതിനേക്കാൾ മനോഹരമായി അതിനോട് ചേർന്ന് ഇവർ വെട്ടിക്കൊണ്ടുവരുന്ന ഓരോ മരങ്ങളെ നമുക്ക് ക്രൂശിനോടൊന്ന് ഉപമിച്ച് നോക്കിയാൽ ഇതിൻ്റെ അർത്ഥം ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും.
ക്രൂശ് എന്ന വാക്കിനെ അല്ലെങ്കിൽ ക്രൂശ് എന്ന് പറയുന്ന പ്രതീകത്തെ നമുക്കൊരു വ്യാഖ്യാനം നൽകുവാൻ പറഞ്ഞാൽ ലളിതമായി നമുക്ക് എന്ത് പറയാം? സകലത്തിലും ധനികനായവൻ ഒരു ദരിദ്രനെ പോലെ ഭൂമിയിൽ അവതരിച്ച് സ്വന്തം ജീവനെ സകലർക്കും വേണ്ടി നൽകിയ ഒരു ബലിപീഠമാണ് ക്രൂശ് എന്ന് പറയാം. വിനയത്തിന് ഇതിലും വലിയൊരു പ്രതീകത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. സ്നേഹത്തിന് ഇതിലും വലിയൊരു പ്രതീകത്തെ നമുക്ക് കാണിക്കുവാനായിട്ട് കഴിയുകയില്ല. താഴ്മയ്ക്ക് ഇതിലും വലിയൊരു പ്രതീകത്തെ നമുക്ക് കാണിക്കുവാനായിട്ട് ഇടയാവുകയില്ല. വളരെ വ്യക്തമായിട്ട് നമുക്ക് കുരിശ് എന്ന വാക്കിൽ നിന്ന് ഒരർത്ഥത്തെ ഒന്ന് കണ്ടെത്തുവാനായിട്ട് ഇടയാകാം. കുരിശിന് ഇംഗ്ലീഷിൽ ക്രോസ് എന്ന് പറയുമ്പോൾ ക്രോസിന്റെ സ്പെല്ലിംഗ് എങ്ങനെയാ? CROSS. ഓരോന്നിനും ഒരു വ്യാഖ്യാനം കൊടുത്തു നോക്കിയാൽ C ഫോർ കൺവിക്ഷൻ. ക്രിസ്തു ഒരു പരാജയത്തിന്റെ പ്രതീകമായിട്ടല്ല കുരിശിലേക്ക് പോയത്. ക്രിസ്തുവിന് ഉദാത്തമായ ഒരു ബോധ്യമുണ്ടായിരുന്നു. സകലരുടെയും രക്ഷയ്ക്ക് വേണ്ടി പിതാവാം ദൈവത്തിന്റെ ഇഷ്ടത്തെ താൻ പൂർത്തീകരിപ്പാൻ പോകുന്നുവെന്നുള്ള യഥാർത്ഥമായ ബോധ്യം അവിടെയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ താഴിയിറക്കം നടത്തേണ്ടത് എങ്ങനെയെന്ന് ക്രൂശ് നമ്മളെ പഠിപ്പിക്കുക. നമുക്കുമുണ്ടാകണം ഒരു ആത്മീയതയുടെ ബോധ്യം. എവിടേക്ക് വരുന്നു, എവിടെ ആയിരിക്കുന്നു, എങ്ങനെ ആയിരിക്കണമെന്ന ബോധ്യത്തിലേക്ക് വരുമ്പോഴാണ് ഈ ക്രൂശിലെ നോട്ടം നമുക്ക് യഥാർത്ഥമായി ഈ നോമ്പിൽ അനുഭവിച്ചറിയുവാനായിട്ട് ഇടയാവുകയുള്ളൂ. 2 R ഫോർ റെപ്പൻറ്റൻസ്. അനുതാപത്തിൻ്റെ മനോഭാവം ദൈവമുമ്പാകെ നമുക്ക് നിവർത്തിപ്പാൻ ഇടയാകുമ്പോഴാണ് ഈ നോമ്പിലെ നമ്മുടെ ക്രൂശിൻ്റെ ദർശനം യഥാർത്ഥമായിട്ട് പൂർത്തീകരിപ്പാൻ ഇടയാവുകയുള്ളൂ. 3 ഒബീഡിയൻസ്, അനുസരണം. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഈ ക്രൂശിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് യഥാർത്ഥമായ ഒരു അനുസരണത്തിൻ്റെ ഭാവം തന്നെയാണ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്ന് ദൈവം ക്രിസ്തു പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിലും ശേഷം കൂട്ടിച്ചേർക്കുന്നുണ്ട്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. ഈ ഒരു അനുസരണ മനോഭാവം ഈ നോമ്പിൽ നേടിയെടുക്കുമ്പോഴാണ് ക്രൂസിലേക്കുള്ള നമ്മുടെ ദർശനം യഥാർത്ഥമായിട്ട് നമുക്ക് പൂർത്തീകരിപ്പാനിടയാവുകയുള്ളൂ. ഇനി അവസാനത്തെ ആദ്യത്തെ S, സാക്രിഫൈസ്, ത്യാഗമാണ്. തനിക്ക് ഈ ലോകത്തിൻ്റെ സൃഷ്ടിയിൽ പോലും ആയിരുന്ന പുത്രനാം ദൈവം തൻ്റെ ജീവിതത്തെ, ആ മഹിമയുള്ള അനുഭവത്തെ ഒക്കെയും ഇറക്കി ലോകത്തിലേക്ക് വരികയാണ്. പാപത്തെ അകറ്റുവാനായി, രക്ഷയെ നൽകുവാനായിട്ട് ക്രൂസിലേക്ക് കരയേറുകയാണ്. അപ്പം അവിടെ ഒരു ത്യാഗ മനോഭാവം നാം നേടുന്നില്ല എങ്കിൽ നാം ധരിക്കുന്ന കുരിശുകൊണ്ട്, നാം വരയ്ക്കുന്ന കുരിശുകൊണ്ട്, നാം ദർശിക്കുന്ന കുരിശുകൊണ്ട് നമ്മിൽ എന്ത് പ്രകാശമാണ് രൂപം കൊള്ളുന്നത്? ഏറ്റവും അവസാനം S, സറണ്ടർ. ക്രിസ്തു ഒരുങ്ങിത്തന്നെയാണ് ഈ പടയാളികളുടെ ഇടയിലേക്കും ഈ പീഡാനുഭവത്തിനായിട്ടും തന്നെ വിട്ടുകൊടുക്കുന്നത്. ഏറ്റവും അവസാനം ക്രൂസിൽ നിന്നുകൊണ്ട് 2 കൈകളും ഇങ്ങനെ ഉയർത്തി നിൽക്കുന്ന ഒരു അനുഭവമുണ്ട്. അവിടെ ആരെയും തള്ളിക്കളഞ്ഞുകൊണ്ടല്ല, സകലർക്കും വേണ്ടി സകലരെയും തന്നോട് ചേർക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ക്രൂസിൽ ആ കിടപ്പ് കിടക്കുന്നത്. പാതി നോമ്പിന് ശേഷം ഒരു സ്ലീബ നമ്മുടെ ദേവാലയത്തിൻ്റെ നടുവിൽ നാട്ടുന്നുണ്ട്. ശേഷം നമ്മളുടെ ശ്രദ്ധയും യാത്രയും ആരാധനയും ക്രമീകരണങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ആ ക്രൂസിനെ ദർശിച്ചുകൊണ്ടാണ്. ആ ക്രൂസിൽ നാം കാണണം ഇങ്ങനെ കൈകൾ വിരിച്ച് നമ്മെ ഒപ്പം ചേർക്കുവാൻ, നെഞ്ചോട് ചേർക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം. അവിടെയാണ് ഈ ക്രൂസിനെ വഹിക്കുന്നു എന്നതിൻ്റെ അർത്ഥങ്ങളിലേക്ക് നമ്മൾ വരികയുള്ളൂ. ഞാൻ പറഞ്ഞു, താഴെ ഇറങ്ങി ഓരോരുവനും ആ ബോധ്യമുണ്ടായി. സത്യത്തിൽ ഒരു തടിയെ നാം വഹിക്കുന്നത് എങ്ങനെയാണ്? ഒരിക്കലും കയ്യിൽ നിന്ന് താഴെ പോകാതെ ഇരിക്കാൻ നമ്മൾ നെഞ്ചോട് ചേർക്കുന്നത് പോലെ ഈ കൺവിക്ഷനോടുകൂടെ, അനുതാപത്തിൻ്റെ അനുഭവത്തിലൂടെ, അനുസരണ ഭാവത്തോടുകൂടെ, നമ്മളുടെ ത്യാഗമനോഭാവത്തോടുകൂടെ ഒരു സമർപ്പണത്തിൻ്റെ ആത്മാവിനെ നേടി ഈ ക്രൂശിനെ എന്നേക്കുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നെഞ്ചിൽ ഉറപ്പിക്കണം. അതാണ് ഈ നോമ്പിൻ്റെ യാത്രയിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. എന്തിനാണ് ഈ ക്രൂശ് കൊണ്ടത് ഉറപ്പിക്കണമെന്ന് പറയുവാനിടയായത്? ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്നോ ജീവിതചര്യകളിൽ നിന്നോ ഇത് ഇളകി പോകുവാൻ ഇടയാകരുത്. എന്നേക്കുമായിട്ട് അതിനെ, അവിടെയാണ് ഈ ക്രൂസിലേക്കുള്ള ദർശനം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളത് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുക. ഈ യാത്രയിൽ എവിടെ നമ്മുടെ കാലിടറുന്നോ അവിടെ വെച്ച് ഇത് പൂർണ്ണമാക്കപ്പെടുന്നില്ല എന്ന് ബോധ്യമാക്കുക. നമ്മൾ വളരെ ലളിതമായിട്ട് ഈ ആരാധനകളിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ ഇതൊന്നും ജീവിതത്തിൽ ഒരു അനുഭവമായിട്ട് തീരുവാനായിട്ട് ഇടയാവുകയില്ല. യഥാർത്ഥമായി നാം ഓർക്കുക, ഈ പ്രവാചക ശിഷ്യന്മാർ നമ്മളെ ബോധിപ്പിച്ചതുപോലെ ഒരു ഇടുക്കത്തെ തിരിച്ചറിയണം.
തിരിച്ചറിഞ്ഞാൽ പോരാ, അതിനെ വിശാലതയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു മനോഭാവവും തയ്യാറെടുപ്പും ഉണ്ടാകും. ആ ഉറപ്പിൽ ദൈവത്തെ അന്വേഷിച്ച് ഒരു താഴെ ഇറക്കത്തെ നമ്മൾ ബോധ്യപ്പെടണം. ഇനി താഴെ ഇറങ്ങേണ്ടത് ആരാണ്? എല്ലാവരും അവനവൻ്റെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് ഈ ഇറക്കം യഥാർത്ഥമായിട്ട് ബോധ്യപ്പെടുവാനായിട്ട് ഇടയാകണം. ഈ ബോധ്യം നമ്മൾ നേടിയെടുത്ത് താഴെ ഇറങ്ങിയാൽ മാത്രം മതിയോ? പോരാ, ഇതെന്നേക്കുമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യണം? മുദ്രയിടുവാനായിട്ട് ഇടയാകാം. അവിടെയാണ് ഈ നോമ്പിൻ്റെ യാത്ര നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുകയുള്ളൂ. ഈ നോമ്പിൻ്റെ യഥാർത്ഥമായ ഒരുക്കത്തെ നമുക്ക് പൂർത്തീകരിക്കാൻ ഇടയാവുകയുള്ളൂ. അവിടെ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ആ പ്രകാശത്തെ കണ്ടനുഭവിപ്പാനായിട്ട് നമുക്ക് ഇടയാവുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ചിത്രം പോലെ മാത്രം ഇത് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുവാനായിട്ട് ഇടയാകും എന്നോർക്കുക. വീണ്ടും ഈ വേദഭാഗം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ പ്രവാചക ശിഷ്യന്മാർ പറഞ്ഞു, യോർദാനോളം കടന്നു ചെല്ലണം, ഓരോരുവൻ ഓരോ മരം വെട്ടിക്കൊണ്ടുവരണം, എന്നിട്ട് പാർക്കേണ്ടുന്നതിന് സ്ഥലം ഉണ്ടാക്കട്ടെ. അപ്പൊ ഇത്രയും വരെ വന്ന ബോധ്യങ്ങളിലൂടെ ഇടുക്കത്തെ മാറ്റി ഈ ദൈവാത്മാവിനെ വസിക്കുവാനുള്ള ഒരു ഇടം ഉണ്ടാക്കണം. അങ്ങനെയെങ്കിൽ ദൈവാത്മാവ് വസിച്ചാൽ ആ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നത് എന്തായിരിക്കും? ആത്മാവിൻ്റെ സദ്ഫലങ്ങൾ മാത്രമാണ്. ഗലാത്യരുടെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം തുടങ്ങിയവയൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് നമ്മോടൊപ്പമുള്ളവനിലേക്ക് എങ്ങനെ ഇതിനെ കടത്തിക്കൊണ്ടു പോകുവാനിടയാകും? ഈ ബോധ്യങ്ങളിലൂടെ കടന്നു വന്ന് ആത്മാവിൻ്റെ വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ്. അവിടെയാണ് സ്നേഹത്തിൻ്റെ ഒരു നിറപടിയായിട്ടുള്ളൊരു യഥാർത്ഥമായ ഒരു പുഷ്പത്തെ അല്ലെങ്കിൽ ഒരു സമാധാന അനുഭവത്തെ നമുക്ക് നൽകുവാനായിട്ട് ഇടയാവുകയുള്ളൂ. ഇനി അവിടെ പറഞ്ഞു, ഇപ്രകാരം ഗുരുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു. ഗുരു വളരെ വ്യക്തമായിട്ട് അവർക്ക് മറുപടി കൊടുത്തു, പോകുവിൻ എന്ന് അവൻ പറഞ്ഞു. ശിഷ്യന്മാർ ചെന്ന് അവർക്കുണ്ടായ യഥാർത്ഥമായ ബോധ്യത്തെ, പ്രശ്നത്തെ വളരെ വ്യക്തമായിട്ട് പ്രവാചകനായ ഗുരുവിൻ്റെ അടുക്കൽ പറഞ്ഞതിൻ്റെ പോംവഴികൾ ഇങ്ങനെ തന്നെ വേണമെന്ന് തങ്ങളുടെ അറിവിൽ നിന്ന് പ്രവാചകനായ ഗുരുവിനോട് പറഞ്ഞു. ഗുരു അവർക്ക് അനുവാദം കൊടുത്തു, പോകുവീൻ എന്ന അനുവാദം കൊടുത്തു. വാക്യം വീണ്ടും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പോകുവീൻ എന്ന മറുപടി വാങ്ങിക്കൊണ്ട് ഈ പ്രവാചക ശിഷ്യന്മാർ ഓടിപ്പോവുകയായിരുന്നില്ല. ശേഷം പറയുന്നു, അവരിൽ ഒരുവൻ ദയവ് ചെയ്ത് അടിയങ്ങളോടുകൂടെ പോരേണമേ എന്ന് അപേക്ഷിച്ചു. വീണ്ടും ഈ നോമ്പിൽ ആരാധനകളിൽ സംബന്ധിക്കുമ്പോൾ നാം നേടിയെടുക്കേണ്ടുന്ന മറ്റൊരു ബോധ്യത്തെ ഈ പ്രവാചക ശിഷ്യന്മാർ നമ്മളോട് പറയുകയാണ്. നാം എന്ത് ചെയ്തു തീരുന്നു എന്നതിലല്ല, എന്തിലേക്ക് നമ്മൾ നടന്നടുത്തു എന്നതിലല്ല, നമുക്ക് ലഭിച്ച അനുവാദങ്ങളിലോ അനുഗ്രഹങ്ങളിലോ മാത്രം പൂർത്തീകരിച്ച് പോകുന്നതല്ല, എന്നേക്കുമായിട്ട് ആ നാഥൻ്റെ സാന്നിധ്യം നമ്മൾ ചോദിച്ചു വാങ്ങുവാനായിട്ട് ഇടയാകണം. നമുക്ക് ഏതൊരു അനുഗ്രഹത്തെ പ്രാപിക്കുമ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് ആ സാന്നിധ്യത്തെ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ വാങ്ങിയെടുക്കുമ്പോൾ മാത്രമാണ് ഈ നോമ്പ് നമുക്ക് പൂർത്തീകരിക്കപ്പെടുന്നത്. ദൈവാന്വേഷണം യഥാർത്ഥമായി അനുഗ്രഹീതമായിട്ട് നമുക്ക് നിവർത്തിപ്പാനും ഇടയാവുകയുള്ളൂ. പ്രവാചക ശിഷ്യന്മാർ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അവർ ആഗ്രഹിച്ചു, പോകുന്ന വഴിയിലും അവരെ വഴി കാട്ടുവാൻ ഗുരുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ നോമ്പും ആരാധനകളും നമ്മൾ സമർപ്പിക്കുന്നു, അതിൽ അനുഷ്ഠിക്കുന്നു എന്ന് പറയുന്നതിൽ മാത്രമല്ല, അതിലൂടെ നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുമ്പോൾ ഇനിയും കാലിടറാതിരിപ്പാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം വീണ്ടും നമ്മിലുണ്ടാകണമെന്ന് ഉറപ്പായിട്ട് നമ്മൾ ബോധ്യപ്പെടണം. അതിനെ ചോദിച്ചു വാങ്ങണമെന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് ഈ പ്രവാചക ശിഷ്യന്മാർ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഓർക്കുക, ഈ നോമ്പനുഷ്ഠാനങ്ങളിലൂടെ നമുക്ക് സുഗമമായ ഒരു ജീവിതം മാത്രമാണോ മുമ്പിൽ ഉണ്ടത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകരുത്. സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ക്രിസ്തു പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയം 40 ദിവസം വിജനപ്രദേശത്തെ മരുഭൂമിയിലായിരുന്നുവെന്ന് പറയുന്നുണ്ട്. ആ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിനെ എതിരേറ്റത് മാലാഖമാർ ആയിരുന്നില്ല. പരീക്ഷകൻ പരീക്ഷണവുമായിട്ട് ഇറങ്ങി വരികയാണ്. ആദ്യം തന്നെ ക്രിസ്തുവിനോട് പറഞ്ഞതെന്താ? കല്ല് അപ്പമാക്കിക്കൊള്ളാനാ. അപ്പം നമ്മൾ എവിടെ ദൈവത്തോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുമ്പോഴും അതിൽ നിന്ന് നമ്മളെ വിടർത്തിയെടുക്കുവാൻ പരീക്ഷകന്റെ പരീക്ഷണങ്ങൾ അനവധിയായി നമ്മുടെ മുമ്പിലുണ്ട്. ആ വേദഭാഗം നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തുവിന് പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി 3 കരങ്ങളിലേക്ക് വരിക.
അതിനൊക്കെ അതിജീവിച്ച് കഴിഞ്ഞപ്പോഴാണ് വേദഭാഗത്ത് നമ്മൾ വാക്യത്തിൽ കാണുന്നുണ്ട്, മാലാഖമാർ വന്ന് ക്രിസ്തുവിനെ ശുശ്രൂഷിച്ചു. അപ്പോൾ ഈ മാലാഖയുടെ ശുശ്രൂഷകളെ നമ്മൾ കരയറണമെന്നുണ്ടെങ്കിൽ ഈ അനുഷ്ഠാനങ്ങൾക്ക് ശേഷം വരുന്ന പരീക്ഷണങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? അതിജീവിക്കണം. ദേവാലയത്തിൽ പോയതുകൊണ്ട് മാത്രമല്ല, അതിനെ എന്നേക്കുമായി ജീവിതത്തിൽ വഹിച്ചുകൊണ്ടൊരു യാത്ര നമ്മൾ നിർവഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ ഇതിനെ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് ഇടയാവുകയുള്ളൂ. നമ്മളെയും വിളിച്ചിരിക്കുന്നത് ഇപ്രകാരം ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ തന്നെയാണ്. ശിഷ്യന്മാരുടെ ഗണത്തിൽ നമ്മൾ വളരെ വ്യക്തമായി കാണുന്നുണ്ട്, ക്രിസ്തുവിനോടൊപ്പമായിരിക്കാൻ തൻ്റെ പാതയിലൂടെ മുമ്പോട്ട് പോകുവാൻ തിരഞ്ഞെടുത്തവർ തന്നെയായിരുന്നുവല്ലോ. പക്ഷേ എല്ലാവരും ആ വിളിയെ സ്വീകരിച്ചത് ഒരുപോലെ ആയിരുന്നില്ല. ഒരുവൻ്റെ അവസാനം ചില കയറിന്മേൽ തൂങ്ങിക്കൊണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ഈ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം നമ്മെ കൈവിട്ടു എന്ന തലത്തിലേക്കല്ല, മറിച്ച് കൂടുതൽ ബലപ്പെടുവാനായിട്ട് ദൈവം നമ്മെ ഒരുക്കുന്നു എന്നുള്ളൊരു തലങ്ങളിലൂടെ ഈ പരീക്ഷണങ്ങളെ നമ്മൾ നേരിടുവാനായിട്ട് ഇടയാകും. പ്രവാചക ശിഷ്യന്മാർ നമ്മളോട് പറഞ്ഞത് അതുകൊണ്ടാണ്, ഈ അനുഗ്രഹങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഒപ്പം ചോദിച്ച് വാങ്ങുവാനായിട്ട് ഇടയാകാം. ആ ഒരു അനുഭവത്തിലൂടെ ജീവിതത്തെ നയിക്കുമ്പോൾ മാത്രമാണ് കാലിടറാതെ ജീവിതത്തെ നയിച്ച് മുമ്പോട്ട് പോകുവാനായിട്ട് ഇടയാവുകയുള്ളൂ. വീണ്ടും ഈ പ്രവാചക ശിഷ്യന്മാർ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു, ഏറ്റവും അവസാനം അങ്ങനെ ഒരു അപേക്ഷ സമർപ്പിച്ചത് കൊണ്ട് മാത്രമായില്ല. മൂന്നാമത്തെ വാക്യത്തിൻ്റെ അവസാനം നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, പോരാം എന്ന മറുപടി പ്രവാചകനായ ഗുരു അവർക്ക് നൽകുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥനകളെ കരയറ്റിയതിൽ നിന്ന് മാത്രമല്ല, അതിൻ്റെ ഉത്തരങ്ങളെ നമുക്ക് എത്രത്തോളം പ്രാപ്യമായിട്ട് ലഭിച്ചു എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതിലേക്ക് നമ്മൾ എത്രത്തോളം അടുത്തു വന്നു എന്നുള്ളതും പൂർണ്ണമായ ബോധ്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ എപ്പോഴുമുണ്ട് ചില മധ്യസ്ഥതകളെയൊക്കെ ചോദ്യം ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണല്ലോ, ഇനി ബാക്കി കാര്യം മധ്യസ്ഥത അപേക്ഷിച്ച പരിശുദ്ധൻ നോക്കും. പക്ഷെ അവിടെയല്ല, നമ്മളുടെ പ്രവൃത്തികൾ അവിടെ ആരംഭിക്കുകയാണ്. എവിടെയാണ് ഈ പ്രാർത്ഥനയ്ക്കായി നാം കടന്നു വരുന്നത്, അവിടെ നമ്മുടെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. എവിടെയാണ് നോമ്പ് നോക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചത്, അവിടെ നമ്മുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. എവിടെയാണ് ആരാധനയിൽ സംബന്ധിക്കുവാൻ നമ്മൾ തയ്യാറായത്, അവിടെ നമ്മളുടെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. ഈ പ്രവാചക ശിഷ്യന്മാർ പറഞ്ഞ ഓരോ പടവുകളിലൂടെ നമ്മൾ കടന്നു വന്നുകൊണ്ട് അതിനെ നിവർത്തിപ്പാൻ ഇടയാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥമായ അനുഗ്രഹീതമായ ഒരു പൂർത്തീകരണത്തെ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് ഇടയാവുകയുള്ളൂ. അല്ലെങ്കിൽ നാം അറിഞ്ഞ അറിവിൽ മാത്രം ഇങ്ങനെ നിലനിൽക്കുകയാണ്. അറിവിൽ നിന്ന് നമ്മൾ തിരിച്ചറിവിൻ്റെ തലങ്ങളിലേക്ക് കടന്നു വരണമെന്ന് ഈ പ്രവാചക ശിഷ്യന്മാർ ബോധ്യപ്പെടുകയാണ്. നമ്മളും ഓർത്താൽ മതി, ആരാധനകൾ സംബന്ധിച്ചു കഴിയുമ്പോൾ സമാധാനത്തോടുകൂടെ പോകുവിൻ എന്നുള്ള ഒരാശംസ നമുക്ക് ലഭിക്കാറുണ്ട്. എന്തുകൊണ്ട് ഈ സമാധാനം നമ്മിൽ അധിക നേരം വസിക്കുന്നില്ല? നമ്മൾ അനുഭവിച്ചറിഞ്ഞതിനെ കൂടെ കൂട്ടുവാൻ മറന്നുപോയത് കൊണ്ട് തന്നെയാണ്. ആയതുകൊണ്ട് നാം അല്പമെങ്കിലും ദൈവസന്നിധിയിലേക്ക് തിരികെ നിന്നുകൊണ്ട്, കർത്താവെ നീയും ഞങ്ങളോടുകൂടെ പോരണമേ എന്ന അപേക്ഷയെ സമർപ്പിച്ചുകൊണ്ട് പോരാമെന്ന മറുപടിയെ നേടിയെടുത്ത് പോകുവാനായിട്ട് ഇടയാകാം. ഈ പ്രവാചക ശിഷ്യന്മാർ നമ്മളെ ബോധ്യപ്പെടുത്തിയതും അത് തന്നെയാണ്. ആത്മാവിൻ്റെ വാസത്തിലുള്ള ഇടുക്കങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞ് ആ യാത്രകളിൽ അതിനെ ഒരു വിശാലതയിലേക്ക് നയിക്കണമെന്ന ബോധ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട്, വിശാലതയിലേക്ക് വെറുതെ ഇങ്ങനെ നയിച്ചാൽ പോരാ, ഓരോരുവനും അതിനെ നേടിയെടുക്കണം. ഇനി അത് ക്രിസ്തുവിൻ്റെ ത്യാഗത്തിൻ്റെ പ്രതീകമാകുന്ന ക്രൂശ് കൊണ്ട് അത് എന്നേക്കുമായിട്ട് നമുക്ക് മുദ്രയിടുവാനായിട്ട് ഇടയാകണം. ആ മുദ്രയിടുന്ന അനുഭവത്തിൽ നിന്ന് അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു പരീക്ഷകനും പറിച്ച് എറിയുവാനായിട്ട് ഇടയാവുകയില്ല. അവിടെയാണ് ഈ ദൈവസാന്നിധ്യത്തെ നമുക്ക് യഥാർത്ഥമായി തിരിച്ചറിയുവാൻ ഇടയാവുകയുള്ളൂ. അത് ദൈവസാന്നിധ്യം ഒപ്പമുണ്ടെങ്കിലാണ്. ഇനി ഒപ്പമുണ്ട് എന്ന അപേക്ഷകൾ കൊണ്ട് അത് പൂർത്തീകരിക്കപ്പെടുന്നില്ല. പോരാമെന്ന മറുപടിയെ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് ചോദിച്ച് വാങ്ങുവാനിടയാകാം. ഇത് എവിടെ ആരംഭിക്കുന്നതാണ്? ശുഭകോനോ ശുശ്രൂഷയിൽ ആദ്യ ദിനം ആരംഭിച്ച് അങ്ങ് ഉയർപ്പിൻ്റെ അനുഭവത്തിൽ നമ്മൾ നേടിയെടുത്ത് പോകേണ്ടതാണ്. ഉയർപ്പിൽ നമ്മൾ ആ സാക്ഷ്യത്തിലൂടെ കുരിശുമുത്തി ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ കയ്യിൽ എന്തുണ്ട് എന്ന് പൂർണ്ണമായ ഒരു അന്വേഷണം നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. നമുക്ക് ലഭിച്ച അനുഗ്രഹീതമായ അനുഭവങ്ങളെ ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്നാ. എത്രത്തോളം ഈ സമാധാനം നമ്മൾ വസിക്കുന്നുണ്ട്? പറയുന്നു ശിഷ്യന്മാരോട്, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പരസ്പരം സ്നേഹിക്കണം.
ആ സ്നേഹിക്കുന്ന തലങ്ങളിലേക്ക് വരുമ്പോൾ ഈ സമാധാനത്തെ അനുഭവിച്ചറിയുവാൻ, പകുത്തു നൽകുവാൻ, സമസൃഷ്ടികളോട് ചേർന്ന് നിന്നുകൊണ്ട് സ്നേഹത്തെ അനുഭവിപ്പാനും അവർക്ക് കൊടുപ്പാനും നമുക്ക് കഴിയും. അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പിശുക്കുകളിലേക്ക് നമ്മൾ കടന്നു പോകുവാനായിട്ട് ഇടയാവുക മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ വലിയ നോമ്പിൻ്റെ യാത്രകളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തിയത് അത് തന്നെയാണ്. ഇതിനോട് ചേർന്ന് കർത്താവ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിനെ നമ്മൾ അനുസ്മരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. എവിടെയാണ് കർത്താവ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയിടത്ത് നിഗളിപ്പാൻ നമുക്ക് എന്താണ് എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ട് അവിടെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു വസ്തുത തന്നെയാണ്. ജീവിതത്തിൽ നമ്മൾക്ക് നിഗളിപ്പാൻ ഒന്നുമില്ല. കാരണം ദൈവം ദാനമായി നൽകിയതാണ്. അത് ജനനം മുതൽ നമ്മുടെ മരണം വരെയുള്ള യാത്രയിൽ നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു സ്ഥലത്തെയും നമ്മൾ ചിന്തിച്ചാൽ അതെല്ലാം ദൈവം നൽകിയ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം മാത്രമാണ്. ആയതുകൊണ്ട് നാം നേടി എന്ന് പറയുന്ന അനുഭവങ്ങളോടും അല്ലെ നാം നേടി എന്ന് പറയുന്ന വാക്കുകളെയും നമ്മുടെ ജീവിതത്തിൽ നിന്നൊന്ന് മാറ്റിയുയർത്തുവാനിടയാകണം. പലപ്പോഴും നമ്മൾ കേൾക്കുന്നതുണ്ട്, ഞാൻ വിയർപ്പൊഴുക്കി ഇതിനെയൊക്കെയും സമ്പാദിച്ചു, രാവെളുക്കോളം കഷ്ടപ്പെട്ടിരുന്ന് ഞാൻ പഠിച്ച് ഇതെല്ലാം നേടി. ഓർക്കുക, വിയർപ്പൊഴുക്കുവാനുള്ള ആരോഗ്യം ദൈവം ദാനമായി നമുക്ക് നൽകിയില്ലായിരുന്നുവെങ്കിൽ എവിടെയാണ് കഷ്ടപ്പെട്ടതിൻ്റെ അനുഭവം? ആര് വിയർപ്പൊഴുക്കിയേനെ? ഉറക്കമുടച്ച് പഠിച്ചു എന്ന് പറയുന്നു. പരീക്ഷയിൽ പേനയെടുക്കുമ്പോൾ അതിന് ഉത്തരം എഴുതുവാൻ മറവി നമ്മൾക്ക് കൂട്ടായി വന്നാൽ എവിടെയാണ് നമ്മളുടെ കഷ്ടപ്പെട്ടതിൻ്റെ വിജയമിരിക്കുന്നത്? ആയതുകൊണ്ട് ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവസന്നിധിയിൽ സാഷ്ടാംഗം നമ്മളെ സമർപ്പിച്ചുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തെ നമുക്ക് നിർവഹിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ടിടയാകും. യഥാർത്ഥമായും ഓരോ ചിന്തകളും അങ്ങനെ തന്നെയാണ്. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം നമ്മൾ കഷ്ടാനുഭവത്തിലേക്ക് കരേറി പോകുമ്പോൾ ക്രിസ്തു നമ്മളെ ആ കഷ്ടാനുഭവത്തിലൂടെ പഠിപ്പിച്ചു തന്നതും ഇത് തന്നെയാണ്. ആരുടെ മുമ്പിലും തലയുയർത്തുന്ന അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ധാർഷ്ട്യ സ്വഭാവത്തെ അല്ല, മറിച്ച് സകലതിനെയും തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു ഭാവത്തെ നേടിയെടുക്കുക. ഇത് ഏറ്റവും അവസാനം കുരിശിങ്കിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ ഇടവും വലവുമായി 2 ശിഷ്യന്മാരെ കുരിശിക്കുന്നുണ്ട്. ഒരുവൻ ക്രിസ്തുവിനോട് പറഞ്ഞത്, നീ കർത്താവാകുന്നുവെങ്കിൽ സ്വയം കുരിശിൽ നിന്നിറങ്ങുക, ഒപ്പം ഞങ്ങളെയും രക്ഷിക്കുക. പക്ഷേ മറു സൈഡിൽ വലതുവശത്ത് ക്രൂശിക്കപ്പെട്ട കള്ളൻ പറഞ്ഞത്, സമശിക്ഷാവിധിയിലിരുന്നിട്ടും നീ കർത്താവിനെ അറിയുന്നില്ലയോ? എന്നിട്ട് കർത്താവിനോട് പറഞ്ഞത് ഒരൊറ്റ വാക്ക് മാത്രമാണ്, കർത്താവെ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. മറുപടി വന്നത് എങ്ങനെയാ? ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. എത്രയോ ശ്രേഷ്ഠമാണ്. അന്ന് വരെ അവൻ്റെ തലയിലുണ്ടായിരുന്നത് കള്ളൻ എന്ന മുദ്രയായിരുന്നു. പക്ഷേ ദൈവം മുമ്പാകെ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് സമർപ്പിക്കുവാൻ ഈ പറഞ്ഞ പ്രവാചക ശിഷ്യന്മാർ നടത്തിയ ഒരു യാത്ര സത്യത്തിൽ വലതുഭാഗത്തെ കള്ളനും ചെയ്തിട്ടുണ്ട്. അവൻ കർത്താവിനെ കണ്ടു. അവൻ്റെ ജീവിതത്തിൽ അന്ന് വരെ ചെയ്ത അനുഭവത്തിൽ ചില ഇടുക്കങ്ങളുണ്ട്, ബോധ്യത്തിലേക്ക് അവൻ വന്നു. ആ ഇടുക്കത്തെ മാറ്റുവാൻ ഗുരുവിൻ്റെ മുമ്പിൽ തന്നെ അവൻ അപേക്ഷയെ സമർപ്പിച്ചു. ആ ഗുരുവിൻ്റെ മുമ്പിൽ അവൻ അപേക്ഷയെ പൂർണ്ണമായി സമർപ്പിച്ചു. പ്രവാചക ശിഷ്യന്മാർ പറഞ്ഞതുപോലെ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒപ്പം അല്ലെങ്കിൽ എൻ്റെ ജീവിതം നിന്നോടൊപ്പമാകുവാൻ, നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടാകുവാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു. അവൻ മറുപടി വാങ്ങിയില്ലേ? ഇവിടെ പ്രവാചക ഗുരു പറഞ്ഞതുപോലെ ഈ ക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്ന് ആ വലതുഭാഗത്തെ കള്ളന് മറുപടി വാങ്ങിയില്ലേ? നീ എൻ്റെ കൂടെ ഇന്ന് പറുദീസയിൽ ഇരിക്കും. നമ്മളിതൊക്കെ ഇങ്ങനെ പാടിവിടുകയല്ലാതെ യഥാർത്ഥമായ ഒരു രൂപാന്തരത്തിൻ്റെ തലങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുവാനിടയാകണം. ഏറ്റവും അവസാനം ശ്ലീബാവന്ദനത്തിന് നമ്മൾ പറയുന്നത് അത് തന്നെയല്ലേ? ഞങ്ങളുടെ ആത്മത്തിന് അതിനാല് രക്ഷയുണ്ടായെന്നാൽ ശ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. വ്യക്തമായി പറയുന്നു, ആത്മാവിൻ്റെ രക്ഷ എനിക്ക് നേടിയെടുത്തത് ക്രൂശിങ്കിൽ നിന്നാണ്. അതുകൊണ്ട് ശ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. എന്നിട്ട് കള്ളൻ പറഞ്ഞത് വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നുണ്ട്, മശിഹാ തമ്പുരാനെ, നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമെന്ന് കള്ളനോടുകൂടെ ഞങ്ങളും ചൊല്ലുന്നു. എന്താ അവിടെയും കള്ളനെ എടുത്തു പറയുവാനിടയായത്? നമ്മളുടെ ചിന്തകളിൽ നിന്ന് മാറി ആ കള്ളനോടൊപ്പമുള്ള ചിന്തകളിലേക്ക് നമ്മൾ മനം തിരിയണമെന്ന് ഒരു ലളിതമായിട്ട് ആ വാചകം നമ്മളോട് പ്രബോധിപ്പിക്കുന്നുണ്ട്. ഈ പ്രബോധനങ്ങൾ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ് ഈ വലിയ നോമ്പും കഷ്ടാനുഭവവും നമ്മുടെ ജീവിതത്തിൽ അർത്ഥപൂർണമായിട്ട് തീരുകയുള്ളൂ. ആയതുകൊണ്ട് ഓർക്കുക, നാം ചൊല്ലുന്ന ഓരോ പ്രാർത്ഥനകൾക്കും, നാം ദൈവസന്നിധിയിൽ അന്വേഷിക്കുന്ന ഓരോ നിമിഷങ്ങൾക്കും, നാം ദൈവത്തോട് ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ സന്ദർഭങ്ങൾക്കും വിലയുണ്ട്.
പക്ഷേ ആ വിലയെ നിർവഹിക്കേണ്ടതും നിർവചിക്കേണ്ടതും നമ്മളുടെ പ്രവൃത്തിയാണ്. വ്യക്തമായി സെൻറ് ജോൺ ക്രിസോസ്റ്റം എന്ന് പറഞ്ഞ പിതാവ് നൽകിയ ഒരു വ്യാഖ്യാനത്തെ ഞാൻ പറഞ്ഞുവല്ലോ. നമ്മളുടെ ഉപവാസം നാം പ്രതിഫലിപ്പിക്കേണ്ടത് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്. എന്താണ് പ്രവൃത്തി? നമ്മൾ ഉപവസിക്കുന്നതിലൂടെ ഉണ്ടായ ശരീരത്തിൻ്റെ ക്ഷീണമല്ല, മുഖത്തിൻ്റെ വാട്ടമല്ല, മറിച്ച് നമ്മൾ ഒരു ദരിദ്രനെ കണ്ടാൽ അവനോട് അനുകമ്പ തോന്നുക, ശത്രുവിനോട് ക്ഷമിക്കുവാനുള്ളൊരു മനോഭാവത്തെ നേടിയെടുക്കുക, നമ്മുടെ കൂട്ടുകാരൻ നമ്മിൽ നിന്നും അല്പമെങ്കിലും വളർന്നുവെന്ന് തോന്നിയാൽ അവനോട് അസൂയ തോന്നാതിരിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ ജീവിതക്രമത്തെ മാറ്റുന്നു. അവിടെയാണ് ഉപവാസം പൂർത്തീകരിക്കപ്പെടുന്നത്. ഈ പ്രവാചക ശിഷ്യന്മാർ നമ്മോട് പറഞ്ഞതും ഇത് തന്നെയാണ്. വലതുഭാഗത്തെ കള്ളൻ നമ്മളോട് പറഞ്ഞതും ഇത് തന്നെയാണ്. ഇനി കൂടാതെ തള്ളിപ്പറഞ്ഞ പത്രോസിൻ്റെ ഒരു അനുഭവത്തെ നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ കണ്ണിലേക്ക് നോക്കി നമ്മളിവിടെ കാണുന്നത് എങ്ങനെയാണ്? 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു, കോഴി കൂകി. ക്രിസ്തു ആരെ നോക്കിയെന്ന? പത്രോസിനെ നോക്കിയെന്ന. അവിടെ നമ്മൾ പത്രോസ് നടത്തുന്ന ഒരു പ്രഖ്യാപനത്തെയോ ഒരു വാക്കുകളെയോ ഇല്ല, കണ്ണു നിറഞ്ഞിരുന്ന ഒരു അനുഭവം മാത്രമേ ഉള്ളൂ. ആയതുകൊണ്ട് ഓർക്കുക, നമ്മൾ ഒരുപാട് വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ വാചങ്ങൾ കൊണ്ട് ദൈവം മുമ്പാകെ കുറെ പറയുന്നു എന്നതിനേക്കാൾ ഉപരി അതിനോട് ചേർത്ത് നിർത്തും ദൈവം മുമ്പാകെ മൗനമായി നാം ഒഴുക്കുന്ന ഓരോ കണ്ണുനീരും. ആ കണ്ണുനീരിനും വിലയുണ്ട് എന്ന് നാം ഓർക്കുക. പക്ഷേ എങ്ങനെയായിരിക്കണം എന്നുള്ളത് മാത്രമാണ് ബോധ്യപ്പെടേണ്ടത്. പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? ദൈവത്തിന് മുമ്പാകെ ധ്യാനാത്മകമായിരിക്കേണ്ടത് എങ്ങനെ? ദൈവം മുമ്പാകെ കണ്ണുനീരിനെ ഒഴുക്കേണ്ടത് എങ്ങനെ? ദൈവം മുമ്പാകെ നോമ്പിനെ അനുഷ്ഠിക്കേണ്ടത് എങ്ങനെ? ഈ പ്രവാചക ശിഷ്യന്മാർ നമ്മളെ വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തുകയാണ്. എങ്ങനെയായിരിക്കണം നാം ഇതിനെ പൂർത്തീകരിക്കേണ്ടത്? നാം പറഞ്ഞു, ആദ്യം മുതലൊന്ന് നോക്കാം. പ്രവാചക ശിഷ്യന്മാർ പ്രവാചകനായ ഗുരുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയുകയാണ്, എന്ത്? പാർക്കുന്ന ഇടത്തിന് അല്പം ഇടുക്കമുണ്ട്. അവർ തിരിച്ചറിഞ്ഞ ഇടുക്കം എന്താണ്? ശരീരമാകുന്ന മന്ദിരത്തിൽ ദൈവാത്മാവിൻ്റെ വാസത്തിനാണ് ഇടുക്കമുള്ളത്. അതുകൊണ്ട് ആ ഇടുക്കത്തെ എന്ത് ചെയ്യണം? വിശാലതയിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്താണ് ദൈവാത്മാവ് നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തിൽ വസിച്ചാൽ നമുക്കുള്ള ഗുണം? ആത്മാവിൻ്റെ ഫലങ്ങൾ അതിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടും. സ്നേഹിക്കുവാൻ, ക്ഷമിക്കുവാൻ, പരോപകാരം ചെയ്യുവാൻ, സമാധാന അനുഭവങ്ങളെ നിർവഹിപ്പാൻ ഒക്കെയും ദൈവം നമ്മളെ എടുത്തുപയോഗിക്കും എന്നുള്ളത് തന്നെയാണ്. ഇനി ആ ബോധ്യത്തിലേക്ക് ആത്മാവിൻ്റെ വാസം വരണമെങ്കിൽ എന്തു ചെയ്യണം? ഒരു താഴെയിറക്കം ആവശ്യമാണ്. ഞാൻ എന്ന ഭാവത്തോടുകൂടി ഞാൻ കാണുന്ന എൻ്റെ സമദൃഷ്ടിയാകുന്നവനിൽ നിന്ന് ഞാൻ അല്പം ഉയർന്നതാണ് എന്ന് എന്നെ വളരെ അഹങ്കാരത്തോടുകൂടി നിലനിർത്തുന്ന ഒരു ഭാവമുണ്ടെങ്കിൽ അതിൽ നിന്ന് താഴെ ഇറങ്ങണമെന്നാണ് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയത്. നമ്മുടെ ആരാധനകൾ നമ്മളെ പഠിപ്പിച്ചതും അത് തന്നെയാകുന്നുവല്ലോ. അവിടെ നിന്ന് ഒരു താഴെയിറക്കം ആവശ്യമാണ്. വെറുതെ ഇങ്ങനെ താഴെ ഇറങ്ങിയാൽ മാത്രം മതിയോ? പോരാ. താഴെ ഇറങ്ങേണ്ടത് ആരാ? ഓരോരുവനും ദൈവത്തിൽ വിശ്വസിച്ച് ദൈവാന്വേഷണത്തിൽ നിന്ന് ചില പ്രതിഫലങ്ങളെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഓരോരുവനും ഈ താഴെ ഇറക്കം യഥാർത്ഥമായിട്ട് ബോധ്യപ്പെട്ട് അനുഭവമേദ്യമായി തൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാം. ഇനി അത് വെറുതെ അങ്ങോട്ട് താഴെ ഇറങ്ങി നേടിയാൽ മതിയോ? പോരാ. എന്നേക്കുമായിട്ട് ജീവിതത്തിൽ അതിനെ എന്ത് ചെയ്യണം? മുദ്രയിടുവാനിടയാകണം. കാരണം എന്നാണ്? പരീക്ഷകൻ നമ്മളെ കാത്തിരിപ്പുണ്ട്. വിശ്വാസ ജീവിതം നയിക്കുന്ന ഏതൊരുവനെയും കാത്തിരിക്കുന്ന ഒന്നാണ് പരീക്ഷകന്റെ പരീക്ഷണങ്ങൾ. അതിൽ കാലിടറിപ്പോകാതിരിപ്പാൻ എന്നേക്കുമായിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? മുദ്രയിടുവാനായിട്ട് ഇടയാകും. ഇനി മുദ്രയിട്ടത് കൊണ്ട് മാത്രം പൂർത്തീകരിക്കപ്പെട്ടോ? പരീക്ഷകനെ അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നാം ചോദിച്ചു വാങ്ങിയാൽ മാത്രം പോരാമെന്ന മറുപടിയെ തെളിമയോടുകൂടെ നാം നേടണം. ഈ യാത്ര നമ്മൾ ഈ നോമ്പിൽ നിന്ന് തുടങ്ങി നോമ്പിലൂടെ നമ്മൾ അനുസ്മരിക്കുന്ന ഓരോ കാലങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന. അതുകൊണ്ടാണ് അതിലെ വളരെ ചുരുക്കമായി നിന്നുകൊണ്ട് നമ്മൾ പത്രോസ്ലീഹായുടെ കാര്യവും വലതുഭാഗത്തെ കള്ളൻ്റെ കാര്യവും നമ്മൾ മാത്രം പറയുവാനായിട്ട് ഇടയായി. നമ്മൾ അത് ഓരോ ചിന്തകളിലൂടെയും കടന്നു പോകുന്ന അനുഭവത്തിൽ യഥാർത്ഥമായി നാം തിരിച്ചറിയുന്നത് ഇത് തന്നെയാണ്. മൗനമായ നമ്മുടെ പ്രാർത്ഥന, ദൈവം മുമ്പാകെ നമുക്ക് ഒരുക്കി തന്നിട്ടുള്ള ആരാധന രീതികളിൽ നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥന, ആ കുരിശിൻ്റെ മുമ്പാകെ നമ്മൾ കുമ്പിടുന്ന ഓരോ കുമ്പിടിയിൽ പോലും അർത്ഥപൂർണമായ ഒരു സമർപ്പണമാണ് എന്ന ബോധ്യത്തിൽ നമ്മൾ നിർവഹിക്കുമ്പോൾ മാത്രമേ ഇത് യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ നാം പറഞ്ഞതുപോലെ അതിലൂടെ ആനന്ദിക്കുവാനും
ആഘോഷിക്കുവാനും ആസ്വദിക്കുവാനും നമുക്ക് ഇടയാവുകയുള്ളൂ. ആയതുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഉപവാസവും മനസ്സിൻ്റെ നിയന്ത്രണവുമാകുന്ന 2 സ്തൂപങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് നൽകി നിൻ്റെ സ്വർഗീയ അനുഭവങ്ങളിലേക്ക് കരേറി വരുവാൻ ഞങ്ങളുടെ കാലുകൾക്കും മനസ്സുകൾക്കും ബലം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ടിടയാകണം. ഈ പ്രവാചക ശിഷ്യന്മാരെ പോലെ നമുക്കുമുണ്ട് ദൈവത്തെ അന്വേഷിക്കുവാനുള്ള ഒരു പാഠം. നമുക്കുമുണ്ട് സത്യവാനായ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം. ശിഷ്യന്മാരായി നമ്മളെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ ആ ശിഷ്യത്വത്തിൻ്റെ യഥാർത്ഥമായ മനോഭാവത്തെ നമ്മൾ നേടിയെടുക്കണം എന്നുള്ളത് മാത്രമാണ് ഈ വേദഭാഗവും ഈ നോമ്പ് കാലഘട്ടങ്ങളും നമ്മളെ പ്രബോധിപ്പിക്കുന്നത് എന്നുള്ളത് മാത്രം പ്രത്യേകാൽ ഓർപ്പിച്ചു കൊള്ളട്ടെ. ആ അനുഗ്രഹീതമായ അനുഭവങ്ങളെ നേടിയെടുക്കുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ കൃപയിലൂടെ കടന്നു വന്നുകൊണ്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ ഉയർത്തി നമ്മുടെ മുമ്പാകെ കാട്ടിത്തന്ന ഇരു കൈകൾക്കുമുള്ളിൽ സംരക്ഷണത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് കടന്നു വരുവാനും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം മുമ്പാകെ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ദൈവമേ, അനുഗ്രഹീതമായ ദിവസത്തിനും നിമിഷത്തിനുമായി അടിയങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സകല കൃപകളാലും അടിയങ്ങളെ വഴി നടത്തുന്നവനായ ദൈവമേ, തിരുമുമ്പാകെ പൂർണ്ണമായി അടിയങ്ങളെ സമർപ്പിപ്പാനും സമർപ്പണത്തോടുകൂടി ജീവിതത്തെ നയിപ്പാനും അടിയങ്ങളെ ശക്തീകരിക്കണമേ. കർത്താവേ, അടിയങ്ങളുടെ ജീവിതത്തിൽ അടിയങ്ങൾ അനുഭവിക്കുന്ന സകല കൃപകളും നൽവരങ്ങളും അനുഗ്രഹങ്ങളും കർത്താവേ അവിടുന്ന് അടിയങ്ങൾക്ക് ദാനമായി നൽകിയിട്ടുള്ളതാകുന്നുവെന്ന് അടിയങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവേ, ഈ നോമ്പിൻ്റെ നല്ല കാലങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നുവല്ലോ. കർത്താവേ, വിശുദ്ധ വചനം അടിയങ്ങളെ പ്രബോധിപ്പിക്കുന്നത് പോലെ പ്രവാചക ശിഷ്യന്മാർ തൻ്റെ പ്രവാചകനായ ഗുരുവിലൂടെ അറിഞ്ഞ ആ സത്യാനുഭവത്തെ തിരിച്ചറിയുവാൻ ഈ നോമ്പ് കാലഘട്ടങ്ങൾ അടിയങ്ങൾക്ക് പ്രയോജനപ്രദമാകണമേ. കർത്താവേ, പ്രവാചക ശിഷ്യന്മാർ അറിഞ്ഞതുപോലെ സത്യവെളിച്ചത്തെ തിരിച്ചറിയുവാൻ ഹൃദയമാകുന്ന ദൈവത്തിൻ്റെ മന്ദിരത്തിൽ, ശരീരമാകുന്ന ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ദൈവാത്മാവിൻ്റെ വാസത്തിന് ഒട്ടുമിടുക്കം കൂടാതെയുള്ള വിശാലത നൽകുവാൻ അടിയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ആ വിശാലതയിൽ കർത്താവേ, ദൈവാത്മാവിൻ്റെ സദ്ഫലങ്ങളാകുന്ന സ്നേഹവും സന്തോഷവും സമാധാനവും എല്ലാ അനുഭവങ്ങളോടും സകല ചരാചരങ്ങളോടും ചേർന്ന് ജീവിതത്തെ നയിപ്പാൻ അടിയങ്ങളെ ശക്തീകരിക്കണമേ. കർത്താവേ, അടിയങ്ങൾ ഓരോരുവനിലും ഈ യഥാർത്ഥമായ ബോധ്യത്തെ അവിടുന്ന് പടുത്തുയർത്തുമാറാകണമേ. ഈ ബോധ്യങ്ങളെ തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാകുന്നില്ല കർത്താവേ, അവിടുത്തെ ക്രൂശിനാൽ അതിനെ എന്നേക്കുമായിട്ട് മുദ്രയിടുവാൻ അവിടുന്ന് അടിയങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. കർത്താവേ, അവിടുന്ന് നൽകിയ ബലത്തിൽ സകലതിനെയും തിരിച്ചറിയുവാനും അവിടുത്തെ സാന്നിധ്യത്തെ ഒപ്പം കൂട്ടുവാനുള്ള അപേക്ഷകളെ സമർപ്പിപ്പാനും അവിടുന്ന് ഒപ്പമുണ്ട് എന്നുള്ള അനുഗ്രഹീതമായ മറുപടികളെ കേൾപ്പാനും അതിനെ പ്രാപിച്ചുകൊണ്ട് ജീവിതത്തെ അനുഗ്രഹീതമായി നയിപ്പാനും അടിയങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ. കർത്താവേ, ഈ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ അടിയങ്ങളെ ഓരോരുത്തരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ, കുറവുകളെ അവിടുന്ന് ഓർക്കുമാറാകരുതേ. അടിയങ്ങൾ തിരുമുമ്പാകെ ആയിരിക്കുന്ന അനുഭവങ്ങളിൽ നല്ല നൽവരങ്ങളോടുകൂടെ ജീവിതത്തെ നയിപ്പാൻ കർത്താവെ തിരുമുമ്പാകെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ നയിപ്പാനുള്ള കൃപയും അടിയങ്ങൾക്ക് നൽകി അവിടുന്ന് ബലപ്പെടുത്തണമേ. കർത്താവെ, അവിടുത്തെ കഷ്ടാനുഭവത്തോട് ചേർന്ന് ജീവിതത്തെ നയിപ്പാൻ കർത്താവെ, വലതുഭാഗത്തെ കള്ളൻ നേടിയെടുത്ത യഥാർത്ഥമായ അനുഭവങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുമുമ്പാകെ പ്രാർത്ഥനകളെ സമർപ്പിച്ചുകൊണ്ട് ശ്രേഷ്ഠമാകുന്ന അവിടുത്തെ വലത്തുഭാഗത്തെ ശ്രേഷ്ഠതയോടുകൂടെ നേടിയെടുക്കുവാനുള്ള കൃപയും അടിയങ്ങൾക്ക് നൽകണമേ. കർത്താവെ, ഇവയെ കേട്ടിരിക്കുന്ന എല്ലാ വിശ്വാസ ജനത്തെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ദൂരെയും ചാരിയുമായിരിക്കുന്നവരെ തിരുമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ വചനം കാലുകൾക്ക് വിളക്കും ഊടുവഴികൾക്ക് പ്രകാശവുമാകുന്നു. കർത്താവെ, ഈ കേട്ട വചനങ്ങൾ അടിയങ്ങൾക്ക് കാലുകൾക്ക് വിളക്കാകണമേ, ഊടുവഴികളിൽ പ്രകാശമാകണമേ. അടിയങ്ങളുടെ മുമ്പാകെ കടന്നു വരുന്ന പരീക്ഷണങ്ങളെ ജയിപ്പാനുള്ള കൃപയും അവിടുത്തെ സന്നിധിയിൽ നിന്ന് അടിയങ്ങൾക്ക് നൽകി ബലപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, പരീക്ഷകനെ ജയിച്ചുകൊണ്ട് വിജയകരമായി അവിടുത്തെ സുവിശേഷത്തെ വഹിപ്പാൻ അടിയങ്ങളെ ബലപ്പെടുത്തണമേ. അവിടുന്ന് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരാകുന്ന സ്ലീഹന്മാരുടെ ജീവിത സാക്ഷ്യത്തോട് ചേർന്നുകൊണ്ട് അടിയങ്ങളുടെ വിശ്വാസ ജീവിതത്തെ നയിപ്പാൻ അടിയങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. തിരുസന്നിധിയിലല്ലാതെ കർത്താവ് അടിയങ്ങൾക്ക് സമർപ്പിപ്പാൻ മറ്റൊരു ഇടമില്ലല്ലോ. അവിടുത്തെ കരുണയാൽ സകലതിനെ പൂർത്തീകരിപ്പാൻ അടിയങ്ങളെ ബലപ്പെടുത്തണമേ. ശക്തിയും കൃപയും അവിടുത്തെ ദാനങ്ങൾ മാത്രമാകുന്നുവല്ലോ. അടിയങ്ങളിൽ നിന്ന് വാങ്ങിപ്പോവരെ ശ്രേഷ്ഠമാകുന്ന ഗണങ്ങളിൽ അവിടുന്ന് ചേർക്കണമേ. സഭയെ തിരുമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
സഭയെ നേതൃത്വം നൽകുന്നവരെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വിശ്വാസജനത്തെയും തിരുമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ വിളിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തെ നയിപ്പാൻ, നോമ്പനുഷ്ഠാനങ്ങളിൽ യഥാർത്ഥമായി കുരിശിന്റെ പ്രകാശത്തെ കണ്ടുകൊണ്ട് ജീവിതത്തെ ബലപ്പെടുത്തുവാനുള്ള കൃപയെ നൽകി ബലപ്പെടുത്തണമേ. സകലതും തിരുമുമ്പാകെ മാത്രം അടിയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.